going to study the 12th unit of this block, that is block 4, comparative studies of Marx, Durkheim and Weber's. Today, this unit we will try to see the similarities and differences in the way they discussed and approached the concepts of society, class and സോളിഡാരിറ്റി. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അവരുടെയും 3 പേരുടെയും അഭിപ്രായങ്ങൾ. ആരുടെയൊക്കെയാണ്? കാറൽ മാർക്സ്, അതുപോലെ എമിൽ ഡർക്കീം ആൻഡ് വെബറിൻ്റെ. എന്തിനെയൊക്കെ കുറിച്ചുള്ളതാണ്? സൊസൈറ്റി, ക്ലാസ് ആൻഡ് സോളിഡാരിറ്റി. സൊസൈറ്റിയെക്കുറിച്ചും ക്ലാസിനെ കുറിച്ചും സോളിഡാരിറ്റിയെക്കുറിച്ചും ഇവരുടെ 3 പേരുടെയും കാഴ്ചപ്പാടുകളും ആ കാഴ്ചപ്പാടിലുള്ള സിമിലാരിറ്റീസ്, സാമ്യതകൾ എന്തെല്ലാമാണ്, അതുപോലെ വാട്ട് ആർ ദ ഡിഫറൻസസ്, വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്, അതാണ് ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സൊസൈറ്റി, ബോത്ത് മാർക്സ് ആൻഡ് വെബർ വ്യൂ സൊസൈറ്റി ആസ് ഇൻ്റഗ്രേറ്റഡ് ഹോൾ. അപ്പം മാർക്സിൻ്റെ കാഴ്ചപ്പാടിലും അതുപോലെ വെബറിൻ്റെ കാഴ്ചപ്പാടിലും സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻ്റഗ്രേറ്റഡ് ഹോൾ, എല്ലാം വളരെ ഭംഗിയായിട്ട് ഏകീകരിച്ച് സംയോജിപ്പിച്ചിട്ടുള്ള ഒന്നാണ് സൊസൈറ്റി എന്നാണ് മാർക്സും വെബറും പറഞ്ഞേക്കണം. ബോത്ത് മാർക്സ് ആൻഡ് വെബർ വ്യൂ സൊസൈറ്റി ആസ് ഇൻ്റഗ്രേറ്റഡ് ഹോൾ. ദേ മെയിൻറ്റെയിൻഡ് ദാറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ്. അപ്പം ഈ സൊസൈറ്റി ഒരു ഇൻ്റഗ്രേറ്റഡ് ഹോളാണെന്ന് പറഞ്ഞാൽ അപ്പം അത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്? മെയിൻറ്റെയിൻഡ് ദാറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നോംസ്, ബിലീഫ്സ്, വാല്യൂസ് ആൻഡ് ഡോക്ട്രിൻസ് ആർ ഇൻ്റർ റിലേറ്റഡ്. അപ്പം ഇതിനകത്ത് സൊസൈറ്റിക്കകത്ത് സോഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ട്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നോംസ്, ബിലീഫ്സ്, വാല്യൂസ്, ഡോക്ട്രിൻസ്, ഇതെല്ലാം ഇൻ്റർ റിലേറ്റഡ് ആയിട്ട് സംയോജിപ്പിച്ചിട്ട് ഏകോപിപ്പിച്ചിട്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ഹോളാണ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ. ബോത്ത് വ്യൂഡ് ഇൻഡിവിജ്വൽസ് ആസ് പാർട്ട് ഓഫ് സോഷ്യൽ കളക്ടിവിറ്റി, ദാറ്റ് ഈസ് സൊസൈറ്റി. അപ്പോൾ ഒരു സോഷ്യൽ കളക്ടിവിറ്റിയാണ് സൊസൈറ്റി, അതിൻ്റെ ഒരു പാർട്ടാണ് ഇൻഡിവിജ്വൽസ് എന്ന് രണ്ടുപേരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ബോത്ത് വ്യൂഡ് ഇൻഡിവിജ്വൽസ് ആസ് പാർട്ട് ഓഫ് സോഷ്യൽ കളക്ടിവിറ്റി, ദാറ്റ് ഈസ് സൊസൈറ്റി. ഇനി നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്, ഇവിടെ കാറൽ മാർക്സിൻ്റെ അഭിപ്രായത്തിൽ സൊസൈറ്റിയിൽ എപ്പോഴും സ്ട്രഗിൾസ് അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണെന്നാണ്. ക്യാപിറ്റലിസ്റ്റും വർക്കേഴ്സും തമ്മിൽ ഓൾവേസ് ദർ ആർ കോൺഫ്ലിക്റ്റ് ഈസ് ഗോയിങ് ഓൺ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡിസ്പൈറ്റ് ഓപ്പോസിഷൻ ബിറ്റ്വീൻ ദം, ഇങ്ങനെ രണ്ടുപേരും വിപരീത ദിശയിൽ സഞ്ചരിക്കുന്നവരാണ്, വിപരീത അഭിപ്രായത്തോട് അല്ലെങ്കിൽ വിപരീത ചിന്താഗതിയോട് മുന്നോട്ട് പോകുന്നവരാണെങ്കിലും capitalist and workers remain bound together. പക്ഷെ എപ്പോഴും ഇങ്ങനെ തമ്മിൽ തല്ലി തന്നെ അല്ല മുന്നോട്ട് പോകുന്നത്, രണ്ടുപേരും ബൗണ്ട് ടുഗെദർ, അവർ യോജിച്ചും പോകുന്നുണ്ട്. ആൻഡ് ഡു നോട്ട് സെപ്പറേറ്റ് ഔട്ട് ആസ് ടു ഗ്രൂപ്പ്സ് ദാറ്റ് ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഈച്ച് അതർ. പരസ്പരം ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള അഭിപ്രായത്തിൽ രണ്ടുപേരും പുറംതിരിഞ്ഞ് നിൽക്കുന്നില്ല, രണ്ടുപേരും ഏകോപിച്ച് തന്നെ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. രണ്ടുപേരുടെ ഇടയ്ക്ക് സ്ട്രഗിൾസ്, കോൺഫ്ലിക്ട്സ് എല്ലാം ഉണ്ടെങ്കിലും ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ദേ ആർ ബൗണ്ട് ടുഗെദർ ആൻഡ് ഡു നോട്ട് സെപ്പറേറ്റ് ഔട്ട് ആസ് ടു ഗ്രൂപ്പ്സ് ദാറ്റ് ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഈച്ച് അതർ. ഞങ്ങൾക്ക് പരസ്പരം ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് പുറംതിരിഞ്ഞല്ല അവർ നിൽക്കുന്നത്, അവർ ബൗണ്ട് ടുഗെദർ, ഒന്നിച്ച് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അക്കോർഡിംഗ് ടു മാർക്സ്, ദ സോഷ്യൽ ഓർഗനൈസേഷൻസ് ഫോളോസ് ഫ്രം ദ പ്രൊഡക്ഷൻ ആൻഡ് എക്സ്ചേഞ്ച് പ്രിവലന്റ് ഇൻ എ പർട്ടിക്കുലർ ഹിസ്റ്റോറിക്കൽ എപ്പോക്ക്. അപ്പോൾ മാർക്സിൻ്റെ അഭിപ്രായത്തിൽ സോഷ്യൽ ഓർഗനൈസേഷൻസ് ഫോളോസ് ഫ്രം ദ പ്രൊഡക്ഷൻ ആൻഡ് എക്സ്ചേഞ്ച് പ്രിവെയിൽഡ് ഇൻ പർട്ടിക്കുലർ ഹിസ്റ്റോറിക്കൽ എപ്പോക്ക്. ഓരോ ചരിത്രത്തിൻ്റെ ഓരോ കാലഘട്ടത്തിലും ഓരോ രീതിയിൽ ഈ പ്രൊഡക്ഷനും അതുപോലെ വർക്കിംഗ് ക്ലാസ്സും മീൻസ് ഓഫ് പ്രൊഡക്ഷനും ഒരേ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് സോഷ്യൽ ഓർഗനൈസേഷൻസിൽ. എക്കണോമി കോൺസ്റ്റിറ്റ്യൂട്ട് ദ ബേസ് വൈൽ ലീഗൽ, എഡ്യൂക്കേഷണൽ, പൊളിറ്റിക്കൽ ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോം ദ സൂപ്പർ സ്ട്രക്ചർ. അപ്പോൾ സൊസൈറ്റിയുടെ ബേസ് ആയിട്ടുള്ളത് എക്കണോമിയാണ്, അതാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് മാർക്സ് കണക്കാക്കുന്നത്. എന്നാൽ എക്കണോമി കോൺസ്റ്റിറ്റ്യൂട്ട് ദ ബേസ്, എക്കണോമി ഈ ഇൻഫ്രാസ്ട്രക്ചറിൽ ലീഗൽ, എഡ്യൂക്കേഷണൽ, പൊളിറ്റിക്കൽ ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലീഗലും പൊളിറ്റിക്കലും എഡ്യൂക്കേഷണലും പിന്നെ അതുപോലെയുള്ള മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ ഈ സൊസൈറ്റിയുടെ സൂപ്പർ സ്ട്രക്ചറായിട്ടാണ് കാറൽ മാർക്സ് വിവക്ഷിച്ചിരിക്കുന്നത്.
അപ്പം ഇങ്ങനെ ഇവര് ദ ബേസിക് നെസസിറ്റി ഓഫ് മെറ്റീരിയൽ റിക്വയർമെന്റ്സ് ഓഫ് ലൈഫ് മേക്ക് പീപ്പിൾ ടു പ്രൊഡ്യൂസ് ദം. ആളുകൾ ഉൽപാദന പ്രക്രിയയിൽ ഏർപ്പെടുന്ന എപ്പോഴാണ് ആവശ്യങ്ങൾ വരുമ്പോൾ ആ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ്, പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങുന്നത്, ഉൽപാദന പ്രക്രിയയിൽ അവർ ഭാഗവാക്കാവുന്നത്. ആസ് ദേ എൻഗേജ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്, ഇൻഡിവിജ്വൽസ് ആർ കമ്പൽഡ് ടു എൻ്റർ ഇൻ ടു ഡെഫിനിറ്റ് സോഷ്യൽ റിലേഷൻസ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഭാഗവാക്കാവുമ്പോൾ അവർ തമ്മിലുള്ള ഒരു സോഷ്യൽ റിലേഷൻഷിപ്പും ഉടലെടുക്കും. ഇൻഡിവിജ്വൽസ് ആർ കമ്പൽഡ് ടു എൻ്റർ ഇൻ ടു ഡെഫിനിറ്റ് സോഷ്യൽ റിലേഷൻസ്. ദിസ് ഈസ് ദ ബേസിക് ഐഡിയ ഓഫ് മാർക്സ് തിയറി ഓഫ് സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റിയെ കുറിച്ച് മാർക്സിന്റെ തിയറിയിലെ ഏറ്റവും ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. ആവശ്യമനുസരിച്ച് മനുഷ്യൻ ഉൽപാദന പ്രക്രിയയിൽ ഭാഗവാക്കാവുന്നു, ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ഈ രണ്ടു കൂട്ടർ തമ്മിൽ ഇൻഡിവിജ്വൽസ് കമ്പൽ ടു എൻ്റർ ഇൻ ടു ഡെഫിനിറ്റ് സോഷ്യൽ റിലേഷൻസ്. ഉൽപാദകരും വർക്കേഴ്സും ആ രണ്ടു കൂട്ടരും എപ്പോഴും ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് ഫോം ചെയ്യാനായിട്ട് ഈ രണ്ടു കൂട്ടരെയും സഹായിക്കുന്നുണ്ട്. അപ്പം ഈ സോഷ്യൽ റിലേഷൻഷിപ്പാണ് സൊസൈറ്റിയുടെ ബേസ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ദിസ് ഈസ് ദ ബേസിക് ഐഡിയ ഓഫ് മാർക്സ് തിയറി ഓഫ് സൊസൈറ്റി. മാർക്സിന് സൊസൈറ്റിയെ കുറിച്ചുള്ള ആ തിയറിയുടെ ബേസിക് എന്ന് പറയുന്നതും ഇത് തന്നെയാണെന്ന്. ഹി മെയിൻറ്റെയിൻഡ് ദാറ്റ് change in material conditions is necessarily accompanied with corresponding change in social relations. He maintained that, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ, ദാറ്റ് ചേഞ്ച് ഇൻ മെറ്റീരിയൽ കണ്ടീഷൻസ്, ഭൗതിക കണ്ടീഷൻസിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ മെറ്റീരിയൽ കണ്ടീഷൻസ് ഈസ് നെസസറിലി അക്കമ്പനീഡ് വിത്ത് കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ സോഷ്യൽ റിലേഷൻസ്. അപ്പോൾ ഭൗതിക വേളിലുണ്ടാവുന്ന ആ ചേഞ്ചസ് സോഷ്യൽ റിലേഷൻഷിപ്പിലും ചേഞ്ചസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ന്യൂ ഡെവലപ്മെന്റ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫോഴ്സസ് ആൻഡ് എക്സിസ്റ്റിംഗ് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ, അതിനെക്കുറിച്ച് എന്താ പറയാനെന്ന് നോക്കിയാൽ, ഹി സേസ് ദാറ്റ് ന്യൂ ഡെവലപ്മെന്റ്സ് ഓഫ് പ്രൊഡക്റ്റീവ് ഫോഴ്സസ് ഓഫ് സൊസൈറ്റി കം ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്സ് ഓഫ് production. When people become conscious of the state of conflict, they wish to bring an end to it. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ, പ്രൊഡക്റ്റീവ് ഫോഴ്സസ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ ഇടയിൽ കോൺഫ്ലിക്റ്റ് വരാറുണ്ട്. അപ്പോൾ വെൻ പീപ്പിൾ ബിക്കെയിം കോൺഷ്യസ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കോൺഫ്ലിക്റ്റ്, ഈ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് ജനങ്ങൾ കോൺഷ്യസ് ആയി കഴിയുമ്പോൾ, ബോധവാന്മാരായി കഴിയുമ്പോൾ, ദേ വിഷ് ടു ബ്രിങ് ആൻ എൻഡ് ടു ഇറ്റ്. അവർ ഈ സ്ട്രഗിളും ഈ കോൺഫ്ലിക്റ്റും ഒക്കെ നിർത്തേണ്ടത് അത്യാവശ്യമാണെന്ന് ചിന്തിക്കാൻ തുടങ്ങും. ദിസ് പീരീഡ് ഓഫ് ഹിസ്റ്ററി ഈസ് കോൾഡ് ബൈ മാർക്സ് ദ പീരീഡ് ഓഫ് സോഷ്യൽ റെവല്യൂഷൻ. അപ്പം അങ്ങനെ ചിന്തിച്ച് ഈ കോൺഫ്ലിക്റ്റുകളും സ്ട്രഗിളും ഒക്കെ അവസാനിപ്പിക്കുന്ന ആ കാലഘട്ടത്തിനെയാണ് സോഷ്യൽ റെവല്യൂഷൻ എന്നും കാറൽ മാർക്സ് പേരിട്ടിരിക്കുന്നത്. ദിസ് പീരീഡ് ഓഫ് ഹിസ്റ്ററി ഈസ് കോൾഡ് ബൈ മാർക്സ് ദ പീരീഡ് ഓഫ് സോഷ്യൽ റെവല്യൂഷൻ. പിന്നെ in a nutshell, we can say that Marx's conception of society and the social order focuses on dominant modes of production. In a nutshell, ചുരുക്കി നമുക്ക് പറയാം, we can say that മാർക്സ് കൺസെപ്ഷൻ ഓഫ് സൊസൈറ്റിയെ കുറിച്ച് മാർക്സിനുള്ള ആ ധാരണ ആൻഡ് സോഷ്യൽ ഓർഡർ ഫോക്കസസ് ഓൺ ഡൊമിനേറ്റ്സ് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതൊക്കെ ഡൊമിനേറ്റ് മോഡ്സ് ഓഫ് പ്രൊഡക്ഷനെ ആശ്രയിച്ചാണ് ഇരിക്കണം. ഇൻഫാക്ട് ഡൊമിനന്റ് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഡിറ്റർമിൻഡ് ബൈ സോഷ്യൽ റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ. യഥാർത്ഥത്തിൽ ഡൊമിനന്റ് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഈ സോഷ്യൽ റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ക്ലാസ് റിലേഷൻസിനെയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. ക്ലാസ് റിലേഷൻസ് ആർ എക്സ്പ്ലോയിറ്റീവ് ഇൻ നേച്ചർ ആൻഡ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻഈക്വാലിറ്റി ആൻഡ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ ക്ലാസ് റിലേഷൻസ് സാധാരണ ആർ എക്സ്പ്ലോയിറ്റീവ്, അത് ഒരു ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ നേച്ചർ ആൻഡ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻഈക്വാലിറ്റി ആൻഡ് കോൺഫ്ലിക്റ്റ്. അതിൽ തുല്യതയില്ല, ജനങ്ങൾക്കിടയിൽ ഇൻഈക്വാലിറ്റി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഇൻഈക്വാലിറ്റിനെ തരണം ചെയ്യാനാണ് ഈ കോൺഫ്ലിക്റ്റുകളും ഉടലെടുക്കുന്നത്. മാർക്സ് അപ്രോച്ച് ടു ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സൊസൈറ്റി റെസ്റ്റ് നോട്ട് ഓൺ ദ ഇൻഡിവിജ്വൽ ബട്ട് ഓൺ ക്ലാസ് ഇൻഈക്വാലിറ്റി ആൻഡ് ക്ലാസ് കോൺഫ്ലിക്റ്റ്.
അപ്പം മാർക്സ് അപ്രോച്ച് ടു ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റീനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് റെസ്റ്റ് നോട്ട് ഓൺ ദ ഇൻഡിവിജ്വൽ, അത് വ്യക്തികളെ മനസ്സിലാക്കുകയല്ല, ബട്ട് ഓൺ ക്ലാസ് ഇൻഈക്വാലിറ്റി ആൻഡ് ക്ലാസ് കോൺഫ്ലിക്റ്റ്. അവിടെ നിലനിൽക്കുന്ന ക്ലാസ്സിലുള്ള ഇൻഈക്വാലിറ്റി, അസമത്വവും അതുപോലെ കോൺഫ്ലിക്റ്റ്, വഴക്കുകൾ, ബഹളങ്ങൾ, സ്ട്രഗിളുകൾ, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് സൊസൈറ്റിയെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ മാർക്സ് പ്രതീക്ഷിക്കുന്നത്. ദീസ് ആർ ദ റൂട്ട്സ് കോസസ് സോഷ്യൽ ടെൻഷൻ ആൻഡ് ഇൻസ്റ്റെബിലിറ്റി ഇൻ സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റിയിൽ ടെൻഷൻസും അതുപോലെ ഇൻസ്റ്റെബിലിറ്റി, ഒരു നിലനിൽപ്പില്ലാത്ത ചാഞ്ചാട്ടം, ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഇതുപോലെയുള്ള ഈ ഇൻഈക്വാലിറ്റിയും കോൺഫ്ലിക്റ്റും ഒക്കെയാണ്. അപ്പം അതുകൊണ്ട് അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് സൊസൈറ്റിയെ മനസ്സിലാക്കുന്നത് ഇതിൽ നിന്ന് മാർക്സ് വിഭജിക്കുന്നത്. ലൈക്ക് മാർക്സ്, ഡർക്കിം ലേസ് മോർ എംഫസിസ് ഓൺ സൊസൈറ്റി ദാൻ ഓൺ ദ ഇൻഡിവിജ്വൽ. അപ്പം മാർക്സിനെ പോലെ തന്നെ ഡർക്കിം ലേസ് മോർ എംഫസിസ്, ഡർക്കിം കൂടുതൽ ശക്തി കൊടുക്കുന്നത്, കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ബലം കൊടുക്കുന്നത് ഓൺ സൊസൈറ്റി ദാറ്റ് ഓൺ ഇൻഡിവിജ്വൽ. അപ്പം അദ്ദേഹവും സൊസൈറ്റിക്ക് തന്നെയാണ് കൂടുതൽ ബലം കൊടുക്കുന്നത്, അല്ലാണ്ട് ഇൻഡിവിജ്വലിനല്ല. ലൈക്ക് മാർക്ക്, ഡർക്കിംസ് ലേസ് മോർ എംഫസിസ് ഓൺ സൊസൈറ്റി ദാൻ ഓൺ ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വലിനേക്കാളും കൂടുതൽ പ്രാധാന്യം മാർക്സിനെ പോലെ തന്നെ ഡർക്കിമും സൊസൈറ്റിക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ദെയർ ഈസ് ഹവർ എ മേജർ ഡിഫറൻസ്. പക്ഷേ ഇവിടെ ഒരു വലിയ വ്യത്യാസമുണ്ട്. അതെന്താന്ന് നോക്കിക്കേ. ഇൻ മാർക്സിയൻ പോയിന്റ്, മാർക്സിയന്റെ കാഴ്ചപ്പാടിൽ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബർ ആൻഡ് ക്ലാസ് സ്ട്രഗിൾ, അപ്പോൾ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതും അതുപോലെ ക്ലാസ് സ്ട്രഗിളും കോൺസ്റ്റിറ്റ്യൂട്ട് ദ കോർ ഓഫ് നേച്ചർ ഓഫ് സൊസൈറ്റി. അത് സൊസൈറ്റിയുടെ സെന്ററിനെ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബർ ആൻഡ് അതർ വൺ ഈസ് ക്ലാസ് സ്ട്രഗിൾ. ഡർക്കിം ഹവർ വ്യൂ സൊസൈറ്റി ഈസ് ആൻ എൻറ്റിറ്റി. പക്ഷേ ഡർക്കിമിന്റെ അഭിപ്രായത്തിൽ വ്യൂ സൊസൈറ്റി ഈസ് ആൻ എൻറ്റിറ്റി, ഒരു പൊതു സത്തയാണ് സൊസൈറ്റി എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇൻഡിവിജ്വൽസ്. അത് ഇൻഡിവിജ്വൽസിൽ നിന്നെല്ലാം മുക്തിയായിട്ടുള്ള ഒരു സ്വതന്ത്ര സത്തയാണ് സൊസൈറ്റി എന്ന് പറയുന്നതാണ് ഡർക്കിമിന്റെ അഭിപ്രായം. ഡർക്കിം ഹവർ വ്യൂ സൊസൈറ്റി ഈസ് ആൻ എൻറ്റിറ്റി വിച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ this collective consciousness is, you might recall the discussion of collective consciousness. നമ്മൾ നേരത്തെ ഡർക്കിമിനെ പഠിച്ചപ്പോൾ അവിടെ കളക്റ്റീവ് കോൺഷ്യസിനെ കുറിച്ച് പഠിച്ചു. ഈ കളക്റ്റീവ് കോൺഷ്യസിന് ഇവിടെ ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട്. യു learn that collective consciousness is different from individuals' interactions among themselves. Individual interactions, വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ആശ്രിതം അല്ലെങ്കിൽ പരസ്പര പ്രവർത്തനത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്നതല്ല കളക്റ്റീവ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. അതിനും മുകളിൽ, ഇൻഡിവിജ്വൽസിനേക്കാളൊക്കെ മുകളിലുള്ള ഒന്നാണ്, സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഒന്നാണ് കളക്റ്റീവ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ഇൻഡിവിജ്വൽ ഇന്ററാക്ഷൻസ് among themselves. This implies that society and collective conscious prevail upon individuals. അപ്പോൾ ഇതിൽ നിന്ന് പറയുന്നത് കളക്റ്റീവ് കോൺഷ്യസ്നസ് ഇൻഡിവിജ്വൽ ഇന്ററാക്ഷൻസിനേക്കാളും ഒക്കെ മുകളിലാണെന്ന് പറഞ്ഞാൽ ദിസ് ഇംപ്ലൈസ് ദാറ്റ് സൊസൈറ്റി ആൻഡ് കളക്റ്റീവ് കോൺഷ്യസ്നസ്, സൊസൈറ്റിയും കളക്റ്റീവ് കോൺഷ്യസ്നസ്സും പ്രിവെയിൽ അപ്പോൺ ഇൻഡിവിജ്വൽസ്, ഇൻഡിവിജ്വലിനും മുകളിലാണെന്ന്. സൊസൈറ്റി എന്ന് പറയുന്നത്, സൊസൈറ്റിക്കാണ് കൂടുതൽ പ്രാധാന്യം, അത് ഇൻഡിവിജ്വൽസ് വ്യക്തികളെക്കാളും ഒക്കെ മുകളിലുള്ളതാണ്. അവിടെ അതുപോലെ വ്യക്തികളുടെ കോൺഷ്യസ്നെസ്, ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്കാളും കൂടുതൽ പ്രബലമായിട്ടുള്ളതാണ് കളക്റ്റീവ് കോൺഷ്യസ്നെസ്. In fact, according to Durkheim, the interests of the individual do not necessarily conform to those of the group to which he belongs. അപ്പോൾ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ് അല്ല, ഇൻഡിവിജ്വൽസിന്റെ ആ താല്പര്യം എന്ന് പറയുന്നത് അതൊക്കെ കൺഫോം ടു ദോസ് ഓഫ് ദ ഗ്രൂപ്പ് ടു വിച്ച് ഹി ബിലോങ്സ്. ചിലപ്പോഴൊക്കെ അത് അവിടെ നിലനിന്നു, ഒരു ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തി താല്പര്യത്തിന് അത്ര പ്രാധാന്യം ഉണ്ടാവില്ലെന്നാണ് ഡർക്കിം പറയുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് പ്രാധാന്യം നൽകുക ഗ്രൂപ്പ്
കോൺഷ്യസ്നെസ്സിനായിരിക്കും അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ഇൻട്രസ്റ്റിനായിരിക്കും അവിടെ കൂടുതൽ പ്രാധാന്യം നൽകുക. സോ ദാറ്റ് ദ സൊസൈറ്റി ഓപ്പറേറ്റ് സ്മൂത്ത്ലി ആൻഡ് സോഷ്യൽ ഓർഡർ ഈസ് മെയിൻറ്റൈൻഡ്. അങ്ങനെയുള്ളത് കൊണ്ടാണ് സൊസൈറ്റി ഓപ്പറേറ്റ് സ്മൂത്ത്ലി, വളരെ സ്മൂത്ത് ആയിട്ട് സൊസൈറ്റി മുന്നോട്ട് പോകുന്നത്. ആൻഡ് സോഷ്യൽ ഓർഡർ ഈസ് മെയിൻറ്റൈൻഡ്. അവിടെ സോഷ്യൽ ഓർഡറും മെയിൻറ്റെയിൻ ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ട് സൊസൈറ്റി മുന്നോട്ട് പോകാനുള്ള കാര്യം ഈ കളക്റ്റീവ് കോൺഷ്യസിന് കൂടുതൽ ബലമുള്ളത് കൊണ്ടാണ്. ഇൻഡിവിജ്വൽസ് നീഡ് ടു ബി കൺട്രോൾഡ് ആൻഡ് മെയ്ഡ് ടു കൺഫോം ടു ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം. അപ്പോൾ എക്സിസ്റ്റിംഗ് സിസ്റ്റം സൊസൈറ്റിയിൽ എന്താണ്, അതിൽ അവരുടെ ആവശ്യങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്തിട്ട് അതിനനുരൂപമായിട്ട് വ്യക്തികൾ മുന്നോട്ട് പോകും ഈ കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഉള്ളതുകൊണ്ട്. ദിസ് കുഡ് ബി ഡൺ ബൈ വേ ഓഫ് മേക്കിംഗ് എ കോഡ് ഓഫ് റൂൾസ് ആൻഡ് ദ ഇൻഡിവിജ്വൽ ഷുഡ് ഫോളോ സോ ദാറ്റ് കളക്റ്റീവ് ഇൻട്രസ്റ്റ് ആർ നോട്ട് ഡാമേജ്ഡ്, നൈദർ ഡ സൊസൈറ്റി ഗെറ്റ് ഡിസോർഗനൈസ്ഡ്. അപ്പോൾ ദിസ് കുഡ് ബി ഡൺ, അപ്പം ഇങ്ങനെ സൊസൈറ്റി മുന്നോട്ട് പോകുന്ന ആ പ്രയാണത്തിൽ അതിനെ സഹായിക്കുന്നത് ദെയർ കുഡ് ബി ഡൺ ബൈ വേ ഓഫ് മേക്കിംഗ് എ കോഡ് ഓഫ് റൂൾസ്. അപ്പോൾ ഒരു കോഡ് ഓഫ് റൂൾസ് തന്നെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഇൻഡിവിജ്വൽ ഷുഡ് ഫോളോ. അവിടെ സൊസൈറ്റിയിലുള്ള വ്യക്തികൾ അനുസരിക്കേണ്ടതായിട്ടുള്ള ചില കോഡ് ഓഫ് റൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റൂൾസ് അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് സൊസൈറ്റി സ്മൂത്തായിട്ട് ചലിക്കുന്നത്. സോ ദാറ്റ് കളക്റ്റീവ് ഇൻട്രസ്റ്റ് ആർ നോട്ട് ഡാമേജ്ഡ് ദെയർ ഡസ് സൊസൈറ്റി ഗെറ്റ്സ് ഡിസോർഗനൈസ്ഡ്. അപ്പോൾ ഈ കളക്റ്റീവ് ഇൻട്രസ്റ്റ് എപ്പോഴും ഈ സൊസൈറ്റീനെ സൂക്ഷിക്കുന്നുണ്ട്. അത് അവിടെ സൊസൈറ്റിക്ക് ഒരു ഡാമേജും കൂടാതെ അല്ലെങ്കിൽ ഒരു ഡിസോർഗനൈസേഷനും ഇല്ലാതെ സ്മൂത്തായിട്ട് ചലിച്ചുകൊണ്ടിരിക്കാനായിട്ട് എപ്പോഴും ഈ സംഗതികളെല്ലാം ആ ഈ സോഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ കളക്റ്റീവ് കോൺഷ്യസ്നെസ് എപ്പോഴും സഹായകമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ദ മോറൽ കോഡ് സെർവ്സ് ടു കൺട്രോൾ പ്രിഡോമിനൻസ് ഓഫ് ഇൻഡിവിജ്വൽ സെൽഫ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രൊമോട്ട് ലാർജ് ഇൻട്രസ്റ്റ് ഓഫ് ദ ഗ്രൂപ്പ്. അപ്പം ആ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആ മോറൽ കോഡ്, ആ സന്മാർഗികതയെ കാണിക്കുന്ന ആ മോറൽ കോഡ് സെർവ്സ് ടു കൺട്രോൾ പ്രിഡോമിനൻസ് ഓഫ് ഇൻഡിവിജ്വൽ സെൽഫ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രൊമോട്ട് ലാർജർ ഇൻട്രസ്റ്റ് ഓഫ് ദ ഗ്രൂപ്പ്. അപ്പൊ വ്യക്തികൾക്ക് തങ്ങളുടെ താല്പര്യങ്ങളെ, സെൽഫ് ഇൻട്രസ്റ്റിനെ മാറ്റി നിർത്തിയിട്ട് സാമൂഹിക താല്പര്യത്തിന്, ഗ്രൂപ്പിന്റെ താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ഈ സോഷ്യൽ മോറൽ കോഡ് സഹായിക്കുന്നുണ്ട്. ദിസ് മോറൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻസ് ഹാർമണി ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. അപ്പൊ ഈ മോറൽ ഡിസിപ്ലിൻ ആണ് മെയിൻറ്റെയിൻസ് ഹാർമണി ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. ഇൻഡിവിജ്വലും സൊസൈറ്റിയും തമ്മിൽ ഒരു കുഴപ്പമില്ലാണ്ട് വളരെ സൗഹാർദ്ദപരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ മോറൽ കോഡ് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വീക്ക് മോറൽ ഡിസിപ്ലിൻ കുഡ് ലീഡ് ടു, ഇനി ചിലപ്പോഴൊക്കെ ആ സൊസൈറ്റിയിലുള്ള മോറൽ ഡിസിപ്ലിൻ അത് വീക്ക് ആകുമ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കും. അത് ഫസ്റ്റ് വൺ, റൈസ് ഇൻ ഇൻഡിവിജ്വൽസ് ഈഗോ വിച്ച് വിൽ ത്രട്ടൺ സൊസൈറ്റിയൽ ഹാർമണി ആൻഡ് സോഷ്യൽ ഓർഡറിങ്. അപ്പൊ ഇങ്ങനെ ഈ മോറൽ കോഡിന് എന്തെങ്കിലും വീക്ക്നെസ് വന്നു കഴിയുമ്പോൾ, എന്തെങ്കിലും കുറവുകൾ, ന്യൂനതകൾ വരുമ്പോൾ വരുന്നത് ഏത് സന്ദർഭത്തിലാണ്? അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇൻഡിവിജ്വൽസിന്റെ സ്വാർത്ഥത കൂടുമ്പോഴാണ് ഈ മോറൽ കോഡ് വിച്ഛേദിക്കപ്പെടുന്നത്. വിച്ച് വിൽ ത്രട്ടൺ സോഷ്യൽ ഹാർമണി. അപ്പൊ അത് സോഷ്യൽ ഹാർമണിക്ക്, സൊസൈറ്റിയുടെ ആ ഹാർമോണിയസ് പ്രോഗ്രസിന്, എക്സിസ്റ്റൻസിനൊക്കെ ഒരു വിലങ്ങുതടിയാവും. ആൻഡ് സോഷ്യൽ ഓർഡറിങ്, ആൻഡ് അപ്പോൾ സോഷ്യൽ ഓർഡറിങ്ങിനും സൊസൈറ്റിയൽ ഹാർമണിക്കും ഒക്കെ ഒരു ഭീഷണിയായിട്ട് മാറും. ആൻഡ് ലൂസനിങ് ഓഫ് ഇൻഡിവിജ്വൽസ് ടൈസ് വിത്ത് ദ കമ്മ്യൂണിറ്റി. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കമ്മ്യൂണിറ്റി ആയിട്ട് ഇൻഡിവിജ്വൽസിനുള്ള ആ ടൈപ്പിനൊരു ലൂസിങ് അവസ്ഥ വരും. അറ്റ് ലാർജ് ലീഡിങ് ടു എ സിറ്റുവേഷൻ ഓഫ് അനോമി. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അനോമി എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. അനോമി എന്ന് പറയുന്നത് ഒരു നോംലെസ്നെസ്, അങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷൻ. ഇതുപോലെ ഉള്ള കണ്ടീഷൻസിൽ മോഡൽ കോഡിന് വീക്ക്നെസ് സംഭവിക്കുക. അതായത് മോഡൽ കോഡ് വേണ്ട പോലെ ഇൻഡിവിജ്വൽ ധരിച്ചു വെക്കാതെ, സോഷ്യൽ കോൺഷ്യസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, തൻ്റെ ഈഗോയ്ക്ക് അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ സൊസൈറ്റിയിലുള്ള ആ ഹാർമോണിയസ് വേ ഓഫ് ലിവിങ്ങിന് തകരാറ് വരും. സോഷ്യൽ ഓർഡറിങ്ങിന് തകരാറ് വരും. അങ്ങനെ ഇൻഡിവിജ്വൽസ്
loosening their ties with the community at a large, leading to a situation of anomy. ഒരു ഭ്രാന്താവസ്ഥയാണ് അനോമി എന്ന് പറയുന്നത്. നോമില്ലാത്ത അവസ്ഥ, ആചാര മര്യാദകളൊന്നും പാലിക്കപ്പെടാതെ തോന്നിയ പോലെ മുന്നോട്ട് പോകുന്ന അവസ്ഥേനെയാണ് അനോമിക്. ഒരു വ്യക്തി അനോമിക് എന്ന് പറഞ്ഞാൽ വളർച്ച അല്ല, വേണ്ട പോലെ ബ്ലഡ് ഇല്ലാതെ അങ്ങനെ വരുമ്പോൾ, അതുപോലെ തന്നെ സൊസൈറ്റിക്ക് വേണ്ട പോഷണം ഇല്ലാതെ വരുമ്പോൾ വരുന്ന അവസ്ഥയാണ് അനോമി എന്ന് പറയണം. ഇനി അടുത്തത് വെസ്റ്റേൺ ഓർ ഇന്റർപ്രിറ്റീവ് അണ്ടർസ്റ്റാൻഡിങ്. ഈ വെസ്റ്റേൺ ഓർ ഇന്റർപ്രിറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഇത് ഉപയോഗിച്ചത് വെബറാണ്. വെബർ പോയിന്റ്സ് ഔട്ട് ദാറ്റ് എ നാച്ചുറൽ സയൻസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് നാച്ചുറൽ ഫിനോമിന ഇറ്റ് ഫ്രം ദ ഔട്ട്സൈഡ്. ഒരു നാച്ചുറൽ സയന്റിസ്റ്റ് ഒരു നാച്ചുറൽ ഫിനോമിനെ പഠിക്കുമ്പോൾ അതിന്റെ പുറത്ത് നിന്നിട്ടാണ്, അതിനെ കണ്ടിട്ടാണ് പഠിക്കുന്നത്. Example, when a chemist studies the properties of a particular substance, ഒരു കെമിസ്റ്റ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്സ്റ്റൻസിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ he does so from the outside, അതിന്റെ പുറത്ത് നിന്നിട്ടാണ് അതിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പൊ അതിനെ ശരിക്ക് വീക്ഷിച്ചിട്ട് പഠിക്കാൻ പറ്റും, വസ്തുനിഷ്ഠമായിട്ട് പഠിക്കാൻ പറ്റും. കാരണം അത് കണ്ട് തൊട്ട് അനുഭവിച്ച് ആണ് പഠനം മുന്നോട്ട് പോകുന്നത്. When a sociologist tries to understand human society and culture, പക്ഷേ ഒരു സോഷ്യോളജി ഹ്യൂമൻ സൊസൈറ്റിനെയും കൾച്ചറിനെയും കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ he approached it as an insider, അത് ഉള്ളിൽ നിന്നിട്ടാണ് അയാൾ അതിനെക്കുറിച്ച് പഠിക്കുന്നത്. ഓരോ പാർട്ടിസിപ്പന്റ്, അപ്പൊ അയാളും അതിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെയാണ്, അല്ലാണ്ട് വേറെ നേരിട്ട് നിന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റൂല, അയാളും അതിൻ്റെതായിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ഉള്ളിൽ നിന്നിട്ടാണ് പഠിക്കണം. ബീങ് ഹ്യൂമൻ, ദ സോഷ്യൽ സയന്റിസ്റ്റ് ഹാസ് ആക്സസ് ടു ദ മോട്ടീവ്സ് ആൻഡ് ഫീലിംഗ് ഓഫ് ഹിസ് ഓർ ഹെയർ സബ്ജക്ട് മാറ്റർ. ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയിൽ ഒരു സയന്റിസ്റ്റ് ആണെങ്കിലും അയാൾ ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പൊ അയാളുടെ ഉള്ളിൽ അയാളുടേതായ ഫീലിങ്സും മോട്ടീവ്സും ഒക്കെ ഉണ്ടാവുമായിരിക്കും. Social scientists can understand human action by probing the subjective meaning that actors attach to their own ബിഹേവിയർ ആൻഡ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്. അപ്പൊ സോഷ്യൽ സയന്റിസ്റ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, വേറൊരു ആളുടെ ആക്ഷനെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അയാള് സബ്ജക്റ്റീവ് മീനിങ്സ് ദാറ്റ് ആക്ടേഴ്സ് അറ്റാക്സ് ടു ദെയർ ഓൺ ബിഹേവിയർ, ആ ആക്ടർ അയാളുടെ ബിഹേവിയറിന് കൊടുത്തിരുന്ന ആ സബ്ജക്റ്റീവ് മീനിങ് എന്താണ് അത് മനസ്സിലാക്കാനും കൂടി ശ്രമിക്കണം. സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഈസ് ദസ് ക്വാളിറ്റേറ്റീവ്ലി ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് അതർ സയൻസ്. അപ്പൊ മറ്റ് സയൻസിനെ പോലെ, നാച്ചുറൽ സയൻസിനെയൊക്കെ പോലെയല്ല സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്. ഇറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ്ലി ഡിഫറെന്റ് ആണ്. സോഷ്യോളജി ഇൻ വെബേഴ്സ് ഒപ്പീനിയൻ, അപ്പൊ വെബറിന്റെ അഭിപ്രായത്തിൽ സോഷ്യോളജി ഉപയോഗിക്കേണ്ട ഒരു മെത്തേഡാണ് മസ്റ്റ് യൂസ് ദ മെത്തേഡ് ഓഫ് ഇന്റർപ്രിറ്റീവ് അണ്ടർസ്റ്റാൻഡിങ്. ഇന്റർപ്രിറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള മെത്തേഡാണ് ഉപയോഗിക്കാനുള്ളത്. ആ ഇന്റർപ്രിറ്റീവ് മെത്തേഡ്, അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള മെത്തേഡ് ജർമ്മൻ ഭാഷയിൽ ഇതിനെ പറയുന്ന വേർസ്റ്റേൻ എന്നാണ്, വിച്ച് മീൻസ് ടു അണ്ടർസ്റ്റാൻഡ്. ഈ വേർഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ ഇന്റർപ്രിറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ആണ് സോഷ്യോളജിസ്റ്റ് യൂസ് ചെയ്യേണ്ട മെത്തേഡ് എന്നാണ് വെബർ പറയുന്നത്. ദ മെത്തേഡ് ഓഫ് വേർഷൻ ഇംപ്ലൈസ് ദാറ്റ് ദ സോഷ്യോളജിസ്റ്റ് ഷുഡ് വിഷ്വലൈസ് ദ മോട്ടിവേഷൻസ് ഓഫ് ദ ആക്ടർ ബൈ ട്രൈയിങ് ടു ഇന്റർപ്രറ്റ് ഹിസ് ഫീലിങ്സ്, ഹിസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സിറ്റുവേഷൻ. ഒരു ആക്ടറെ കുറിച്ച് പഠിക്കുമ്പോൾ അയാളുടെ ഫീലിങ്സ്, അതിൽ അയാളുടെ ആ പ്രത്യേക സിറ്റുവേഷനിൽ അയാളുടെ ആ പ്രവൃത്തി, അപ്പൊ അതിനെയൊക്കെ നമ്മൾ വളരെ നിഷ്പക്ഷമായിട്ടും ശരിയായിട്ടും വീക്ഷിക്കേണ്ടതായിട്ടുണ്ട്, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ബട്ട് ഈസ് വേർഷൻ സഫിഷ്യന്റ് ഫോർ സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷൻ. പക്ഷേ സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷൻ ഇങ്ങനെ വെറുതെ അതിനെ മനസ്സിലാക്കുക എന്ന് മാത്രമുള്ളതല്ല ഒരു സംഗതിയെ പഠിക്കുക എന്ന് പറഞ്ഞാൽ. അക്കോർഡിംഗ് ടു വെബർ ഇറ്റ് ഈസ് ഓൺലി ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഒരു ഗവേഷകന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് ഈ വേർഷൻ എന്നുള്ളത്. ആ ആക്ഷൻ എന്താണ്, ആ ആക്ഷനെ മനസ്സിലാക്കുക എന്നുള്ളത്. ഫസ്റ്റ് അതിനെ മനസ്സിലാക്കുക. ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് അനാലിസിസ് ഇസ് causal explanation or searching for the causes or reasons behind the occurrence of any social phenomena. അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ പ്രവൃത്തിയുടെ കാര്യകാരണങ്ങളെ, അതിൻ്റെ പിന്നാമ്പുറത്തുള്ള കാര്യകാരണങ്ങളെ വിശദമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. വളരെ സിദ്ധാന്തപരമായിട്ടും അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തും വ്യാഖ്യാനപരമായിട്ട് പഠിക്കുക. ആദ്യം എന്താണ് ആ പ്രശ്നം എന്ന് വെച്ചത് അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ കാര്യകാരണങ്ങൾ,
അതിൻ്റെ പിന്നിലുള്ള കാര്യകാരണങ്ങളെ, ആ പ്രവൃത്തിയുടെ പിന്നിലുള്ള സോഷ്യൽ ആക്ഷൻ്റെ പിന്നിലുള്ള കാര്യകാരണങ്ങളെ വളരെ വ്യക്തമായിട്ടും അതുപോലെ കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടും മനസ്സിലാക്കുക എന്നുള്ളതാണ് സോഷ്യോളജിസ്റ്റിന്റെ കടമ. വ്യാഖ്യാനപരമായിട്ട് കാര്യകാരണങ്ങളെ മനസ്സിലാക്കുക. അക്കോർഡിംഗ് ടു വെബർ, rational organization and institution emerges in societies over a period of time. വെബറിന്റെ അഭിപ്രായത്തിൽ റാഷണൽ ഓർഗനൈസേഷൻസും ഇൻസ്റ്റിറ്റ്യൂഷൻസും സൊസൈറ്റിയിൽ വളരെ നേരത്തെ കുറെ കാലങ്ങളായിട്ട് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഫാക്ട് ദ ഓൾഡർ ആൻഡ് ലെസ് റാഷണൽ ഫോംസ് ഓഫ് സൊസൈറ്റി ട്രാൻസ്ഫോം ഇൻ ടു ന്യൂവർ ആൻഡ് മോർ റാഷണൽ ഫോംസ്. അപ്പൊ പഴയ ടൈപ്പ് റാഷണൽ ഫോംസ് ഓഫ് സൊസൈറ്റി കുറെ കൂടി മോഡേൺ ടൈപ്പ് ഓഫ് റാഷണൽ ഫോം ഓഫ് സൊസൈറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലായിടത്തും വളരെ യുക്തിപരമായിട്ടുള്ള ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ മോഡേൺ സൊസൈറ്റീസ് റാഷണലൈസേഷൻ ഈസ് എക്സിബിറ്റഡ് ത്രൂ സെക് റാഷണൽ ആക്ഷൻസ്. മോഡേൺ സൊസൈറ്റിയിൽ റാഷണലൈസേഷൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് സെക് റാഷണൽ ആക്ഷൻസിൽ കൂടിയാണ്. അതായത് ആക്ഷൻസ് ഇൻ റിലേഷൻ ടു ഗോൾസ്, ഗോൾസിനെ ആധാരമാക്കിയിട്ടുള്ള പ്രവൃത്തിയിൽ കൂടിയാണ് നമ്മുടെ മുന്നിൽ ഇത് കൂടുതൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻ മോർ സിമ്പിൾ ടേംസ്, സോഷ്യൽ ആക്ഷൻസ് ഗെറ്റ് മോർ ആൻഡ് മോർ ഗോൾ ഡയറക്റ്റഡ്. അപ്പൊ അതായത് സോഷ്യൽ ആക്ഷൻസ് കൂടുതൽ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പൊ കാലം ചെല്ലുന്തോറും ഇതിൽ ലക്ഷ്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ ലക്ഷ്യത്തിനനുസരിച്ചിട്ടുള്ള സോഷ്യൽ ആക്ഷൻസ് ആണ്, റാഷണൽ സോഷ്യൽ ആക്ഷൻസ് ആണ് നടക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിന് ലക്ഷ്യ അനുസരിച്ചിട്ടുള്ള പ്രവൃത്തിക്ക് എപ്പോഴും ഒരു ഫലം നിശ്ചയമായിരിക്കും. ഇൻ മോർ സിമ്പിൾ ടേംസ്, സോഷ്യൽ ആക്ഷൻസ് ഗെറ്റ് മോർ ആൻഡ് മോർ ഗോൾ ഡയറക്റ്റഡ്. Protestantism, capitalism, and bureaucracy are outcome of the process of rationalization to the process of rationalization. Tiger in group over different aspects of society. അപ്പോൾ ഈ റാഷണലൈസേഷൻ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പ്രതിക്രിയയായിട്ട് ഉണ്ടായിട്ടുള്ള സംഗതികളാണ് പ്രൊട്ടസ്റ്റാന്റിസം, ക്യാപിറ്റലിസം, ബ്യൂറോക്രസി എന്നൊക്കെ പറയുന്നത്. When this happens, excessively efficiency increases. There is a greater likelihood of getting expected outcomes, but people get a sense of disenchantment of the world. അപ്പോൾ ഇവിടെ വെബർ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇങ്ങനെ കൂടുതൽ റാഷണലൈസേഷനെ കൂടി കൂടുതൽ പുരോഗമിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മൾ ഇനിയും വേറെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകണമെന്ന് അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് വരുമ്പോൾ അതിനെയൊക്കെ നിരാശപ്പെടുത്തുന്ന ഒരു ഔട്ട്കം ആയിരിക്കും ലാസ്റ്റ് വരണേന്നാണ്. ഇവിടെ വെബർ ഒരു പെസിമിസ്റ്റ് ആയിട്ട് മാറുകയാണ്. ബട്ട് പീപ്പിൾ ഗെറ്റ് എ സെൻസ് ഓഫ് ഡിസെൻചാന്റ്മെന്റ് ഓഫ് ദ വേൾഡ്. ലോകത്തെ കുറിച്ച് ഒരു നിരാശ അവന് അനുഭവപ്പെടും. കാരണം കൂടുതൽ പ്രകൃതിയുടെ മുകളിൽ എല്ലാ പരിപൂർണമായിട്ടുള്ള അവകാശവും സിദ്ധിച്ച് കാര്യകാരണങ്ങളെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോയി വരുമ്പോൾ പിന്നെ അവിടെ നിന്ന് പുറകോട്ട് പോരാനും പറ്റില്ല, മുന്നോട്ട് പോകാൻ പിന്നെ വഴിയില്ലാതെ ആവുമ്പോൾ അവനൊരു നിരാശ അവസ്ഥയിൽ എത്തിച്ചേരാനും സാധ്യതയുണ്ടെന്ന് വെബർ കണക്കാക്കിയിട്ടുണ്ട്. ക്ലാസ്, യു ഹാവ് റീഡ് അബൌട്ട് ദ കൺസെപ്റ്റ് ഓഫ് ക്ലാസ് സ്ട്രക്ചർ ആൻഡ് ക്ലാസ് സ്ട്രഗിൾ ഫ്രം മാർക്സിയൻ പെർസ്പെക്റ്റീവ്സ്. നമ്മൾ ക്ലാസ്സും ക്ലാസ് സ്ട്രക്ചറും ക്ലാസ് സ്ട്രഗിളും ഒക്കെ മാർക്സിയൻ പെർസ്പെക്റ്റീവ് നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ നേരത്തെ പല രീതിയിലായിരുന്നു ക്ലാസ് ഫോർമേഷൻ. അപ്പൊ ഓരോ രാജ്യത്തെയും പുരാതന വ്യവസ്ഥയിൽ നിന്ന് ക്യാപിറ്റലിസ്റ്റ് സ്ഥിതിയിലേക്ക് പല സെറ്റപ്പിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഏറ്റവും പഴയ വ്യവസ്ഥയിൽ നിന്ന് പിന്നെ ഒന്ന് പുതിയതാണ് ഫ്യൂഡൽ വ്യവസ്ഥിതി. അപ്പൊ ഈ ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ നോക്കിയാലും അവിടെ 2 ക്ലാസ്സസ് ഫോം ചെയ്യുന്നുണ്ട്. സൊസൈറ്റിയിൽ ഫ്യൂഡൽ സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു 2 classes. A class that owns means of production. ഒരു ക്ലാസ് എന്ന് പറയുന്നത് ആ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ സ്വന്തമായിട്ടുള്ളവർ, അതായത് ലോഡ്സ്. ആൻഡ് ദ ക്ലാസ് ദാറ്റ് ഓൺസ് എ ലേബർ പവർ. വേറെ മറ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ 2 ക്ലാസ്സുകളായിട്ടാണ് ഫ്യൂഡൽ വ്യവസ്ഥയിൽ സൊസൈറ്റി ഡിവൈഡ് ചെയ്തിരുന്നത്. ഒന്ന് ലോഡ്സും മറ്റൊരു ലേബർ പവർ, അതായത് സെർവ്സ് ആൻഡ് പീസൻസ്, അടിമകൾ അല്ലെങ്കിൽ തൊഴിലാളികളായിട്ടുള്ളവർ, കൃഷിക്കാരായിട്ടുള്ളവർ. ദ സെർഫ് ആൻഡ് പീസൻസ് വെർ റിക്വയർഡ് ടു വർക്ക് ഓൺ ദ ലാർജ് സൈസ് ഫാംസ് ഓഫ് ലോഡ് ഫോർ മോസ്റ്റ് ഓഫ് ദ ഡേ. അപ്പം ദിവസത്തിൽ അധികം സമയവും സെർവ്സ് അല്ലെങ്കിൽ ഈ പീസൻസ് എന്ന് പറയുന്നവർ ലോഡ്സിന്റെ ആ ഫാമിൽ
കഠിനാധ്വാനം ചെയ്യണമായിരുന്നു. ഇൻ അഡീഷൻ ടു വർക്കിംഗ് ഓൺ സ്മോൾ പീസസ് ഓഫ് ലാൻഡ് അലോട്ടഡ് ടു ദം ഫോർ ദെയർ ഓൺ സബ്സിസ്റ്റൻസ്. അപ്പോൾ തങ്ങളുടെ ജീവിതോപാധിക്കായിട്ട് ഈ ലോഡ്സ് ഈ സെർഫ്സിനല്ല പീസൻസിന് ഒരു ചെറിയ ഭാഗം ഭൂമി വിട്ടുകൊടുത്തിട്ടുണ്ട്. അവിടെ അവർക്ക് വേണ്ടത് അവിടെ ഉൽപ്പാദിപ്പിക്കാൻ അതിനും ശ്രമിക്കണം. അതോടൊപ്പം മുഴുവൻ നേരം മറ്റേ ലോഡിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ആ സ്ഥലത്ത് എല്ലാ ജോലികളും ചെയ്യണമായിരുന്നു. ദേ ഡിഡ് നോട്ട് ഹാവ് ദ ഫ്രീഡം ടു മൂവ് ഔട്ട് ഓഫ് ലോഡ്സ് എസ്റ്റേറ്റ് ഓർ മാനർ. അവർക്ക് അവിടെ നിന്ന് ഈ ലോഡിന്റെ എസ്റ്റേറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ മാനറിൽ നിന്ന് പുറത്തു പോകാനായിട്ടുള്ള ഫ്രീഡം ഉണ്ടായില്ല. അടിമകളെ പോലെ അവരവിടെ ജോലി ചെയ്യണമായിരുന്നു. ഇനി അടുത്ത സ്റ്റെപ്പിൽ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിലോട്ട് വന്നപ്പോഴോ, ഇനി ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ടിപ്പിക്കലി ദ ക്ലാസ്സസ് ആർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹൂ ഓൺ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അവിടെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ സ്വന്തമായിട്ടുള്ള ഒരു കൂട്ടര്, അതായത് ക്യാപിറ്റലിസ്റ്റുകൾ, മുതലാളികൾ. ആൻഡ് ദോസ് ഹു ആർ എൻഡോഡ് വിത്ത് ലേബർ പവർ. വേറൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ അടുത്ത ക്ലാസ്, അതായത് അവരുടെ ജോലി മാത്രം സ്വത്തായിട്ടുള്ളത്, തൊഴിൽ ചെയ്യാനുള്ള കഴിവ് അതുമാത്രം സ്വന്തമായിട്ടുള്ള മറ്റൊരു വിഭാഗം. അപ്പൊ ദോസ് ഹു ഓൺ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് എ ക്ലാസ്. അപ്പൊ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ കയ്യിൽ സ്വന്തമായിട്ടുള്ള ആളുകൾ ഒരു ക്ലാസ് ആയി. ആ ആളുകളെയാണ് ബൂർഷ്വാസി എന്ന് പറയുന്നത്. ആൻഡ് ദോസ് ഹു ഓൺ ദെയർ ലേബർ പവർ മാത്രമേ ഉള്ളത്, ഡു നോട്ട് ഓൺ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അവരുടെ കയ്യിൽ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഇല്ല, അവർക്ക് അവരുടെ തൊഴിൽ മാത്രമേ ഉള്ളൂ, തൊഴിൽ ശക്തി മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ക്ലാസ് വേറൊരു ക്ലാസ്സായി, ദാറ്റ് ഈസ് പ്രോളിറ്ററേറ്റ്. അവരെയാണ് തൊഴിലാളി വർഗം അല്ലെങ്കിൽ പ്രോളിറ്ററേറ്റ് എന്ന് പറയുന്നത്. ദ ടു ക്ലാസ്സസ് ആർ ഇൻ ആന്റഗോണിസം ഓർ കോൺഫ്ലിക്ട് വിത്ത് ഈച്ച് അതർ. ഈ രണ്ടുപേരും എപ്പോഴും വിപരീത ആശയങ്ങളുള്ളവരും എപ്പോഴും കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടുന്ന വിഭാഗമായിരുന്നു. ഇനി ലെറ്റേഴ്സ്, അപ്പൊ എവിടെയും ഈ ക്ലാസ് കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നെന്നാണ് മാർക്സ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ലെറ്റേഴ്സ് നൗ ലുക്ക് അറ്റ് വെബേഴ്സ് നോഷൻ ഓഫ് ക്ലാസ്. ഇനി വെബേഴ്സിന്റെ അഭിപ്രായം ക്ലാസിനെ കുറിച്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ മാക്സ് വെബേഴ്സ് കൺസെപ്ഷൻ ഓഫ് ക്ലാസ് ഇസ് മോർ ഓർ ലെസ് സിമിലർ ടു ദാറ്റ് ഓഫ് മാർക്സ്. മാർക്സിന്റെ ക്ലാസ് വിഭജനത്തോട് ഏറെക്കുറെ സാമ്യമുള്ളതായിരുന്നു മാക്സ് വെബറുടെയും കൺസെപ്ഷൻ ക്ലാസിനെ കുറിച്ച്. പക്ഷേ ഹി ഡിഫൈൻസ് ക്ലാസ് ഇൻ ടേംസ് ഓഫ് മാർക്കറ്റ് സിറ്റുവേഷൻ ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഹാസ്. ഒരു ഇൻഡിവിജ്വലിനുള്ള ഒരു വ്യക്തിക്ക് കിട്ടുന്ന മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ചാണ് അദ്ദേഹം വെബർ ക്ലാസിനെ ഡിഫൈൻ ചെയ്തത്. ഇൻ അതർ വേർഡ്സ്, വൺസ് പൊസിഷൻ ഇൻ ദ മാർക്കറ്റ് ഈസ് എക്കണോമിക്കലി ഡിറ്റർമിൻഡ് ആസ് എ വർക്കർ, ഓണർ ആൻഡ് ട്രേഡർ. അപ്പൊ ഒരു മാർക്കറ്റിലുള്ള ഒരു പൊസിഷൻ നോക്കിയിട്ട് അയാൾ വർക്കറാണോ ഓണറാണോ ട്രേഡർ ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഇവിടെ ഡിവിഷൻ വന്നത്. മാർക്കറ്റ് സിറ്റുവേഷൻ ഡിറ്റർമിൻസ് ലൈഫ് ചാൻസസ്. അപ്പൊ മാർക്കറ്റ് സിറ്റുവേഷൻ ആണ് അവരുടെ ലൈഫ് ചാൻസസ് ഡിറ്റർമിൻ ചെയ്യണത്. ദാറ്റ് ആണ് ഇൻഡിവിജ്വൽ ഗെറ്റ്സ്. ഒരു ഇൻഡിവിജ്വൽ കിട്ടണ ലൈഫ് ചാൻസസ് ഏതാണെന്ന് ആ മാർക്കറ്റ് സിറ്റുവേഷൻ ആണ് ഡിറ്റർമിൻ ചെയ്യണം. ഹവർ ഹി ഡസ് നോട്ട് സബ്സ്ക്രൈബ് ടു ദ ഐഡിയ ഓഫ് സ്റ്റാറ്റിക് പോളറൈസേഷൻ ഓഫ് ക്ലാസസ് വിത്ത് മാർക്സ് പോസ്റ്റുലേറ്റഡ് ഇൻ ടു ബൂർഷ്വാസീസ് ആൻഡ് പ്രോളിറ്ററേറ്റഡ്. ബൂർഷ്വാസീസ് അല്ലെങ്കിൽ പ്രോളിറ്ററേറ്റഡ് എന്ന് പറഞ്ഞ് ഒരു പോളിന്റെ രണ്ട് അറ്റത്തുള്ള വ്യത്യസ്ത ക്ലാസ് പോലെ ഒരിക്കലും വെബർ അദ്ദേഹത്തിന്റെ ക്ലാസ്സിനെ കണ്ടില്ല. ഹി റെക്കഗ്നൈസ് ദ പ്രോസസ് ഓഫ് differentiation of classes. He recognized the emergence of middle class and differentiation of working class. അപ്പൊ അദ്ദേഹം മിഡിൽ ക്ലാസ്സിനെ കണ്ട്, അതുപോലെ ഡിഫറൻസിയേഷൻ ഓഫ് വർക്കിംഗ് ക്ലാസ്സിൽ തന്നെ സ്കിൽഡ് അൺസ്കിൽഡ് സെക്ഷൻസ് ഇൻ ദ വർക്കിംഗ് ക്ലാസ്, അങ്ങനെ വേറെ ഓരോ വിഭാഗങ്ങളെ കണ്ട്, സ്കിൽഡ് ആയിട്ടുള്ള വർക്കിംഗ് ക്ലാസ്, നോട്ട് അൺസ്കിൽഡ് ആയിട്ടുള്ള വർക്കിംഗ് ക്ലാസ്. ദ ഓണർഷിപ്പ് ഓഫ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, അൺലൈക്ക് ഇൻ ദ ഏർലി ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ഇൻ വിച്ച് ദ എന്റർപ്രൈസസ് വെർ ടിപ്പിക്കലി ഓണർ മാനേജ്ഡ് ആൻഡ് ഫാമിലി കൺട്രോൾ, one gets distributed among several persons in the form of joint stock. ഇവിടെ ജോയിന്റ് സ്റ്റോക്ക് പോലെയാണ് ഇവിടെ ഓണർഷിപ്പിന്റെ ദ ഓണർഷിപ്പ് ഓഫ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ പോയിക്കൊണ്ടിരുന്നത്. ദ മാനേജീരിയൽ ക്ലാസ് ഇൻവോൾവ്സ് ഇൻ ഓർഗനൈസിംഗ് പ്രൊഡക്ഷൻ, എക്സർസൈസ് ബ്യൂറോക്രാറ്റിക് അതോറിറ്റി ടു ഓവർസീ പ്രൊഡക്ഷൻ. അപ്പൊ ഇതൊക്കെ വെബറിന്റെ അഭിപ്രായത്തിൽ ക്ലാസ് ഇൻവോൾവ്ഡ് ഓർഗനൈസിംഗ് പ്രൊഡക്ഷൻ, എക്സർസൈസ് ബ്യൂറോക്രാറ്റിക് അതോറിറ്റി ടു ഓവർസീ പ്രൊഡക്ഷൻ.
ഇനി അടുത്ത സ്റ്റാറ്റസ് ഗ്രൂപ്പ് ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ നോൺ എക്കണോമിക് ആട്രിബ്യൂട്ട്സ്. ഇനി അതുകൂടാതെ സ്റ്റാറ്റസ് ഗ്രൂപ്പും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് എക്കണോമിക് ആട്രിബ്യൂട്ട് നോക്കിയിട്ടല്ല, നോൺ എക്കണോമിക് ആട്രിബ്യൂട്ട്സ് നോക്കിയിട്ടാണ്, ആ വിശേഷത നോക്കിയിട്ടാണ്, സ്വഭാവ ഗുണങ്ങൾ നോക്കിയിട്ടാണ് സ്റ്റാറ്റസ് ഗ്രൂപ്പിനെ അദ്ദേഹം തരംതിരിച്ചത്. സച്ച് ആസ് ഓണർ, പ്രസ്റ്റീജ്, എത്തിനിസിറ്റി, റേസ്, റിലിജിയൻ, കാസ്റ്റ്, പ്രൊഫഷൻ, നാഷണാലിറ്റീസ്. ഇതൊക്കെയാണ് ഓരോരുത്തരുടെയും സ്റ്റാറ്റസിനെ കുറിക്കുന്ന സംഗതികൾ. അപ്പൊ അത് നോക്കിയിട്ടാണ് സ്റ്റാറ്റസ് ഗ്രൂപ്പിനെ നിശ്ചയിച്ചിരുന്നത്. മെമ്പേഴ്സ് ഓഫ് എ സ്റ്റാറ്റസ് ഗ്രൂപ്പ് എക്സിബിറ്റ് സോളിഡാരിറ്റി വിസേവിസ് അതർ സ്റ്റാറ്റസ് ഗ്രൂപ്പ്. ഓരോ മെമ്പേഴ്സും, ഒരു സ്റ്റാറ്റസ് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് ഒരു സോളിഡാരിറ്റി ഉണ്ടായിരുന്നു, മറ്റു ഗ്രൂപ്പിന് വേറൊരു സോളിഡാരിറ്റി, മുഖാമുഖമായിട്ട് നിൽക്കുന്ന വേറൊരു ഗ്രൂപ്പിന് വേറെ സോളിഡാരിറ്റിയാണ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ, പീപ്പിൾ ബിലോങ് ടു വൺ റിലീജിയൻ ഷെയർ എ സെറ്റ് ഓഫ് ബിലീഫ്സ്. അപ്പോൾ ഒരു മതത്തിൽപ്പെട്ട ആളുകൾ ഒരു സെറ്റ് വിശ്വാസങ്ങൾ അവർക്ക് സ്വന്തമായിട്ടുണ്ടാവും. എബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് സൂപ്പർ നാച്ചുറൽ പവർ. മനുഷ്യരും സൂപ്പർ നാച്ചുറൽ പവറും തമ്മിലുള്ള റിലേഷനിൽ ഒരു കൂട്ടർക്ക് ഒരു തരം വിശ്വാസമായിരിക്കും. എ കോഡ് ഓഫ് കോണ്ടാക്ട്, അതുപോലെ ഒരേ രീതിയിലുള്ള ഒരു പെരുമാറ്റ ചട്ടങ്ങളും അവർക്കുണ്ടാവും. അതുപോലെ വേറൊരു മതത്തിനാണെങ്കിൽ അതിൻ്റെതായ ചിന്തകളും അതിൻ്റെതായ വിശ്വാസങ്ങളും അവർക്കുണ്ടാവും. ദീസ് ഫീച്ചേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ബേസിസ് ഓഫ് ദ സോളിഡാരിറ്റി. അപ്പൊ ഈ ഫീച്ചേഴ്സ് ആണ് അവരുടെ സോളിഡാരിറ്റിയുടെ ബേസ് എന്ന് പറയുന്നത്, ഐക്യതയുടെ ബേസ്. ഫോർ എക്സാമ്പിൾ, ഹിയർ സോളിഡാരിറ്റി അറൈസസ് ഫ്രം കമ്മിറ്റ്മെന്റ് ടു എ ഗിവൺ സെറ്റ് ഓഫ് പൊളിറ്റിക്കൽ വാല്യൂസ് ആൻഡ് പ്രാക്ടീസസ്. പൊളിറ്റിക്കൽ വാല്യൂസും പ്രാക്ടീസസും ഒക്കെ അനുസരിച്ചാണ് ഓരോ സ്ഥലത്തും സോളിഡാരിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത്. ക്ലാസ്, സ്റ്റാറ്റസ്, ഗ്രൂപ്പ് ആൻഡ് പാർട്ടീസ് കോൺസ്റ്റിറ്റ്യൂട്ട് 3 components ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ സിസ്റ്റം ദാറ്റ് വെബർ കൺസെപ്ഷ്യലൈസ്ഡ്. അപ്പൊ വെബർ ഇങ്ങനെ പറഞ്ഞ സ്റ്റാറ്റസ് ഗ്രൂപ്പ് അതുപോലെ പാർട്ടീസ് കോൺസ്റ്റിറ്റ്യൂട്ട് 3 components ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ സിസ്റ്റം. 3 components ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ സിസ്റ്റം ആണ് ഉണ്ടാക്കുന്നതെന്നാണ് വെബർ ചുരുക്കി പറഞ്ഞിരിക്കുന്നത്. One of the important implication of Weber's notion of class, status group and parties is that the stratification system divides the society into groups, the position of which can be measured on an ordinal scale. ഒരു ഓർഡിനൽ സ്കെയിൽ ഉപയോഗിച്ച് ഈ സ്റ്റാറ്റസ് ഗ്രൂപ്പിന്റെ ആട്രിബ്യൂട്ട്സ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമെന്നാണ് വെബർ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് മേ ബി ഡിവൈഡഡ് ഇൻ ടു ദോസ് വിത്ത് മോർ ഓർ ലെസ് ഓണർ ആൻഡ് പ്രസ്റ്റീജ്. കൂടുതൽ ഓണർ ഉള്ളത് അല്ലെങ്കിൽ കൂടുതൽ ബഹുമാനം, കൂടുതൽ പ്രസ്റ്റീജ് ഉള്ള ഗ്രൂപ്പ്. അപ്പൊ അങ്ങനെ തരംതിരിക്കാൻ പറ്റും. ക്ലാസസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു അതുപോലെ ക്ലാസസ് ആണെങ്കിൽ ലോവർ, മിഡിൽ ആൻഡ് അപ്പർ ക്ലാസസ്. അവരുടെ ഇൻകം നോക്കിയിട്ട് നമുക്ക് അങ്ങനെ വിഭജിക്കാം. പൊളിറ്റിക്കൽ പാർട്ടീസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ദോസ് വിച്ച് ഹാവ് മോർ ഓർ ലെസ് പവർ ഓർ ഇൻഫ്ലുവൻസ്. ഇനി പൊളിറ്റിക്കൽ പാർട്ടീസിനെ ആണെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നത് വിച്ച് ഹാവ് മോർ ഓർ ലെസ് പവർ ഓർ ഇൻഫ്ലുവൻസ്. പവറും സ്വാധീനവും, ശക്തിയും സ്വാധീനവും ഒക്കെ കൂടുതലുള്ളത് അല്ലെങ്കിൽ കുറവുള്ളവരെന്ന് പറഞ്ഞ് പൊളിറ്റിക്കൽ പാർട്ടീസിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇഫ് എ ഗ്രൂപ്പ് belongs to upper class, commands more prestige and political power or influence, then there is a status congruence. അപ്പോൾ ഒരു അപ്പർ ക്ലാസ്സിലുള്ളവർക്ക് സ്റ്റാറ്റസും നല്ലോണം ഉണ്ടെങ്കിൽ അവർക്ക് കമാൻഡ്സും മോർ പ്രസ്റ്റീജും ഒക്കെ ഉണ്ടാവും. ഇഫ് എ ഗ്രൂപ്പ് ബിലോങ്സ് ടു അപ്പർ ക്ലാസ് ആൻഡ് ലോവർ പ്രസ്റ്റീജ് ഓർ ഓണർ ആർ ലെസ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, then it is a situation of status incongruence which can be studied empirically. വെബറിന്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ്, വെബർ ഡിഡ് നോട്ട് എഗ്രി വിത്ത് മാർക്സ് ദാറ്റ് പേഴ്സൺസ് ബിലോങ് ടു ദ സെയിം ക്ലാസ്. മാർക്സിന്റെ അഭിപ്രായത്തോട് ആദ്യം വെബർ യോജിച്ചിട്ടുണ്ടായിരുന്നില്ല, അതായത് ഒരു കൂട്ടം ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുന്നു എന്നുള്ളത്. ഹി ട്രീറ്റ്സ് മാർക്സ് കൺസെപ്റ്റ് ഓഫ് ക്ലാസ് ആസ് ആൻ ഐഡിയൽ ടൈപ്പ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മാർക്സിന്റെ ക്ലാസ് എന്ന് പറയുന്നത് അതൊരു ഐഡിയൽ ടൈപ്പ് ആണെന്ന്. ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ് വാസ് ലോജിക്കൽ കൺസ്ട്രക്ട്. അതൊരു ലോജിക്കൽ കൺസ്ട്രക്ട് ആണ്, ബേസ്ഡ് ഓൺ ഒബ്സർവ്ഡ് ടെൻഡൻസീസ്. ഒബ്സർവ്ഡ്, നിരീക്ഷിക്കാൻ പറ്റുന്ന ടെൻഡൻസീസ് നോക്കിയിട്ട് ലോജിക്കലായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു ഐഡിയൽ ടൈപ്പ് ആണ് മാർക്സിന്റെ ക്ലാസ് എന്നാണ് മാർക്സ് വെബർ പറയണം. പിന്നെ സെക്കൻഡ് കാഴ്ചപ്പാട് വെബറിന്റെ, വെബർ ബ്രോഡൻസ് മാർക്സ് കൺസെപ്റ്റ് ഓഫ് ക്ലാസ് ആസ് ഡിറ്റർമിൻഡ് ഓൺലി ബൈ എക്കണോമിക് ക്രൈറ്റീരിയ. മാർക്സ് ക്ലാസ്സിനെ പൂർണ്ണമായിട്ടും എക്കണോമിക് ക്രൈറ്റീരിയ മാത്രമായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അതിന്റെ ബേസിൽ മാത്രമാണ് ക്ലാസസിനെ ഡിവൈഡ് ചെയ്ത് കാണിക്കുന്നത്. അക്കോർഡിംഗ് ടു വെബർ, ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഡിപ്പെൻഡൻസ് ഓൺ വേജ് ലേബർ വാസ് ഇമ്പോർട്ടൻറ്റ് ബട്ട് സ്പെഷ്യൽ കേസസ്. അക്കോർഡിംഗ് ടു വെബറിന്റെ അഭിപ്രായത്തിൽ ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷന്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ വേജ്, കൂലിയെ ആശ്രയിക്കുന്ന തൊഴിലാളി, അപ്പൊ ഇതൊക്കെ ചില സ്പെഷ്യൽ കേസസ്
യൂസ് മാത്രമാണെന്നാണ് വെബർ പറയുന്നത്. എപ്പോഴും അങ്ങനെ ആ സ്ഥിതി ആണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നില്ല. വെബർ ആർഗ്യൂഡ് ദാറ്റ് അപ്പാർട്ട് ഫ്രം ദ ക്രൈറ്റീരിയ ഓഫ് ഓണർഷിപ്പ് ഓഫ് ലാൻഡ്, ലേബർ ഓർ ക്യാപിറ്റൽ, ദർ വെർ മെനി പ്രോപ്പർട്ടി ക്ലാസസ്, കമേഴ്ഷ്യൽ ക്ലാസസ് ആൻഡ് സോഷ്യൽ ക്ലാസസ്. അപ്പൊ ഇങ്ങനെ ഒക്കെ ഈ ബൂർഷ്വാസി അല്ലെങ്കിൽ ലേബർ എന്നുള്ളതിനൊക്കെ പുറമെ ആയിട്ട് വേറെയും കുറെ ഓണർഷിപ്പുകളൊക്കെ ഉണ്ട്. പ്രോപ്പർട്ടി ക്ലാസസ് ഉണ്ട്, കമേഴ്ഷ്യൽ ക്ലാസസ് ഉണ്ട്, സോഷ്യൽ ക്ലാസസ് ഒക്കെ ഉണ്ട്. ഫോർ വെബർ ക്ലാസ് സിറ്റുവേഷൻ ഈസ് അൾട്ടിമേറ്റ്ലി മാർക്കറ്റ് സിറ്റുവേഷൻ. അപ്പൊ വെബറിന്റെ അഭിപ്രായത്തിൽ ക്ലാസ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി മാർക്കറ്റ് സിറ്റുവേഷൻ ആണ്. ഇനി തേർഡ്, അക്കോർഡിംഗ് ടു മാർക്സിന്റെ അഭിപ്രായത്തിൽ തേർഡ് opinion, the compelling structure of capitalism make the bourgeoisie ideologist to form certain beliefs. These beliefs of bourgeoisie ideologies contribute to political radicalization of labor movement. While agreeing that a readily understood goal contribute a great deal to success, class consciousness organization of workers, Weber maintains that these goals are in fact imposed and interdependent by men outside their class intelligentsia. അപ്പൊ എല്ലാം ഒന്നുമില്ലെങ്കിൽ ബൂർഷ്വാസിയുടെ ചിന്താഗതി അല്ലെങ്കിൽ ലേബറിന്റെ ചിന്താഗതി, അതാണ് ഓരോ മൂവ്മെന്റിന്റെയും പിന്നിലുള്ളതെന്ന് മാത്രം പറയുന്നത് ശരിയല്ല. വൈൽ അഗ്രീയിങ് ദാറ്റ് റെഡിലി അണ്ടർസ്റ്റുഡ് ഗോൾസ് കോൺട്രിബ്യൂട്ട് എ ഗ്രേറ്റ് ഡീൽ. ഓരോരുത്തരുടെയും ഗോൾസ്, ലക്ഷ്യമാണ് ഒരു പരിധി വരെ അവരുടെ വിജയത്തിനും അവരുടെ ക്ലാസ് കോൺഷ്യസിനും ഒക്കെ കാരണമായിട്ടുള്ളത്. കൂടാതെ വെബർ മെയിൻറ്റെയിൻസ് ദാറ്റ് ദീസ് ഗോൾസ് ആർ ഇൻ ഫാക്ട് ഇമ്പോസ്ഡ് ആൻഡ് ഇന്റർപ്രിറ്റഡ് ബൈ മെൻ ഔട്ട്സൈഡ് ദെയർ ക്ലാസ്. അപ്പൊ ഈ ഗോൾസ് ഒക്കെ ഇവർക്ക് നേടിക്കൊടുക്കുന്നത് തന്നെ അവരുടെ ആ ക്ലാസ്സിന് പുറത്തുള്ള ആ ഇന്റലിജൻഷ്യയിൽ നിന്നായിരിക്കുമെന്ന്, മറ്റു ക്ലാസ്സുകളിൽ നിന്നും ആയിരിക്കും. അല്ലാണ്ട് ക്ലാസ്സിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചിന്താഗതിയല്ല അവര് ഫോളോ ചെയ്യുന്നതെന്ന്. ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സോളിഡാരിറ്റി. അടുത്തത് ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സോളിഡാരിറ്റി. ദ സെൻട്രൽ idea underlying the division of labor is that of splitting an activity onto smaller processes that are carried out by persons or groups of persons. അപ്പൊ സെൻട്രൽ ഐഡിയ എന്ന് പറയുന്ന ഡിവിഷൻ ഓഫ് ലേബറിലെ സെൻട്രൽ ഐഡിയ എന്ന് പറയുന്ന സ്പ്ലിറ്റിംഗ് ആൻഡ് ആക്ടിവിറ്റി, ഒരു ആക്ടിവിറ്റിനെ പല ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഗ്രൂപ്പ് ആക്കിയിട്ട് സ്മോളർ പ്രോസസ്സസ് ദാറ്റ് ആർ ക്യാരിഡ് ഔട്ട് ബൈ പേഴ്സൺസ് ഓർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്, ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആക്ടിവിറ്റിനെ കംപ്ലീറ്റ് ആക്കാൻ സഹായിക്കുക. ഏതൊരു പ്രവൃത്തിയാണോ അതിനെ ചെറിയ ചെറിയ വിഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ട് ഓരോ ഭാഗവും ഓരോ കൂട്ടർ ചെയ്യുക, പല ആളുകൾ ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനെയാണ് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന്റെ ആക്ടിവിറ്റി, അതിനെയാണ് ഡിവിഷൻ ഓഫ് ലേബർ ആയിട്ട് ഇവിടെ ലേബർ ആൻഡ് സോളിഡാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഡർക്കിം വിഭജിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ കാർപ്പൻറ്റർ ഹാസ് ടു മേക്ക് എ ചെയർ, കാർപ്പൻറ്ററിന് ഒരു ചെയർ ഉണ്ടാക്കണമെങ്കിൽ ദർ ആർ 2 ഓപ്ഷൻസ് ബിഫോർ ഹിം. അയാളുടെ മുമ്പിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് ടു മേക്ക് ദ ഹോൾ ചെയർ ഹിംസെൽഫ്, അയാൾ തന്നെ ആ മുഴുവൻ ചെയർ ഉണ്ടാക്കുക. അല്ലെങ്കിൽ വേറെ ഒന്ന് ഓരോ ഭാഗം, അതിന്റെ ഒരു ചെയറിന്റെ 3 ഭാഗമായിട്ട്, ചെയറിന്റെ ബാക്ക് റെസ്റ്റ്, അതുപോലെ ആം റെസ്റ്റ്, അതുപോലെ മറ്റു തേർഡ് ഭാഗവും കൂടി, മൂന്നായിട്ട് തരംതിരിച്ചിട്ട് 3 വ്യത്യസ്തരായിട്ടുള്ള 3 വ്യക്തികൾ ചെയ്യുക. One could make the armrest, other could make backrest, third could make the seat and join the 3 components. എന്നിട്ട് ഈ 3 കമ്പോണൻസും കൂടി ചേർത്ത് യോജിപ്പിക്കുക. അപ്പോൾ ചിലപ്പോൾ എല്ലാ കാര്യവും ഒരാൾ തന്നെ ചെയ്യുമ്പോൾ എല്ലാത്തിലും പൂർണ്ണ പെർഫെക്ഷൻ കിട്ടണമെന്നില്ല. അപ്പൊ 3 പേരും വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്തിട്ട് അത് ഒന്നിച്ച് ചേർക്കുമ്പോൾ അതിൽ കുറവുകൾ ഇല്ലാണ്ട് ശരിക്കും കൂട്ടി യോജിപ്പിക്കാൻ പറ്റും. ദിസ് വുഡ് സേവ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ടൈം ആൻഡ് എനർജി. ഒരാൾ തന്നെ ഇത് ചെയ്ത് തീർക്കണമെങ്കിൽ ഒരുപാട് സമയവും എനർജി ഒക്കെ വേണം. അപ്പൊ അതിനെയൊക്കെ സേവ് ചെയ്യാൻ ദിസ് വുഡ് സേവ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ടൈം ആൻഡ് എനർജി. ഇങ്ങനെ വിഭജിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ടൈമും എനർജിയും ഒക്കെ സേവ് ചെയ്യാൻ പറ്റും. ആൻ അഡീഷണൽ അഡ്വാൻറ്റേജ് കുഡ് ബി ദാറ്റ് വൈൽ ഡൂയിങ് ദ സെയിം ജോബ് ഓവർ ആൻഡ് ഓവർ അഗൈൻ. അപ്പൊ ഓരോ കൂട്ടരും ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അതിൽ അവർ എക്സ്പെർട്ട് ആയിക്കൊണ്ടിരിക്കും. ദ 3 men could develop expertise in it and perform the task well and efficiently. അപ്പൊ അനുഭവജ്ഞാനം അതൊരു പ്രത്യേക ജ്ഞാനം തന്നെയാണ്. ചെയ്ത് എക്സ്പീരിയൻസിൽ കൂടി പരിചയത്തിൽ കൂടി ആർജിക്കുന്ന ജ്ഞാനം. വീണ്ടും വീണ്ടും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ പൂർണ്ണത്വം കിട്ടാനായിട്ടും അതിൽ കൂടുതൽ ഭംഗികരമായിട്ട് ചെയ്യാനായിട്ടും ഓരോരുത്തർക്കും കഴിയും. കൺസിഡർ അനദർ എക്സാമ്പിൾ ഓഫ് കാർ പ്രൊഡക്ഷൻ. ഇതുപോലെ തന്നെയാണ് കാർ പ്രൊഡക്ഷന്റെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ടെങ്കിൽ
Today production of a car is broken down into several tasks. പല ടാസ്ക് ആയിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പ്രൊക്യൂറിംഗ് റോ മെറ്റീരിയൽസ്, എഞ്ചിൻ ഡിസൈൻ, ഫാബ്രിക്കേഷൻ ഓഫ് കാർസ് ബോഡി ആൻഡ് ദെയർ അസംബ്ലിംഗ് എക്സെട്ര. അപ്പോൾ എ ഗ്രൂപ്പ് ഓഫ് എഞ്ചിനീയേഴ്സ് ഡിസൈൻ ദ എഞ്ചിൻ, ദെൻ എ ഗ്രൂപ്പ് ഓഫ് ടെക്നീഷ്യൻസ് അസംബിൾ പാർട്സ് ഓഫ് ദ കാർ, ആൻഡ് എ ഗ്രൂപ്പ് ഓഫ് മാനേജേഴ്സ് പ്രൊക്യൂർ raw materials, oversee production and marketing, etc. No one individual can produce an entire car from acquiring raw materials to the final stage of production. അപ്പോൾ ഒരാളും തന്നെയല്ല, ഇത് പല ആളുകൾ ചേർന്നാണ് ആ കാറിന്റെ പ്രൊഡക്ഷൻ പല രീതിയിലാണ് ഉണ്ടാക്കണമെന്ന് ഇവിടെ പറഞ്ഞു. ഡർക്കിം ആർഗ്യൂസ് ദാറ്റ് ദ കോമ്പൗണ്ട് ഡിവിഷൻ ഓഫ് ലേബർ ഇൻ മോഡേൺ സൊസൈറ്റി ബ്രിങ്സ് ഇൻ ആക്ടേഴ്സ് അണ്ടർ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ്. അപ്പോൾ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് ആണ് ഇങ്ങനെ ഈ കോൺട്രാക്റ്റിൽ കൂടി ഡിവിഷൻ ഓഫ് ലേബറിൽ ആളുകൾക്ക് വരുന്നത്. ഫോർ എക്സാമ്പിൾ, എ കാർ മാനുഫാക്ചർ എൻറ്റേഴ്സ് ഇൻ ടു എ ലീഗൽ കോൺട്രാക്ട് വിത്ത് റോ മെറ്റീരിയൽ സപ്ലൈയിങ് ഫേംസ് ഫോർ പ്രൊക്യൂറിംഗ് റോ മെറ്റീരിയൽസ്. അപ്പോൾ റോ മെറ്റീരിയൽസ് കിട്ടാനായിട്ട് അത് കൊടുക്കുന്ന ആളുകളുമായിട്ട് ഒരു ലീഗൽ കോൺട്രാക്ട് ഉണ്ടാക്കുക. ഷെഡ്യൂൾ ഓഫ് സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ഷെഡ്യൂൾ ഓഫ് പേയ്മെന്റ് ഓഫ് മണി ടവേഴ്സ് ദ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്. ഇതെല്ലാം ഈ കോൺട്രാക്റ്റിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. ഇഫ് ഐദർ പാർട്ടി വയലേറ്റ്സ് ദ ടേം ഓഫ് കോൺട്രാക്ട്, ഇനി പാർട്ടി ഏതെങ്കിലും ഒരു പാർട്ടി ഈ ടേംസ് ഓഫ് കോൺട്രാക്ട് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതിൽ നിന്ന് വ്യതിചലിക്കുകയാണെങ്കിൽ അവിടെ ലീഗൽ ആക്ഷൻസ് എടുക്കാനായിട്ടുള്ള കഴിവുണ്ട്. ടു ലീഗൽ ആക്ഷൻ ടു സീക്ക് ജസ്റ്റിസ്. ജസ്റ്റിസ്, നീതി ആർക്കാണ് കിട്ടേണ്ടത് അവർക്ക് നീതി കിട്ടത്തക്ക രീതിയിൽ ലീഗൽ ആക്ഷൻസിനുള്ള അവസരം ഉണ്ടായിരിക്കും. ഇൻ ദിസ് സെൻസ് ദ നേച്ചർ ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ ഇൻ മോഡേൺ സൊസൈറ്റീസ് ക്രിയേറ്റ് കണ്ടീഷൻസ് ഫോർ ദ എമർജൻസ് ഓഫ് ഓർഗാനിക് സോളിഡാരിറ്റി. അപ്പൊ മോഡേൺ കൺട്രീസിൽ അതുകൊണ്ട് ഈ ഓർഗാനിക് സോളിഡാരിറ്റിയുടെ ഉദയം വളരെ അത്യാവശ്യമാണ്. അങ്ങനെയാണ് മോഡേൺ ഡിവിഷൻ ഓഫ് ലേബർ സൊസൈറ്റിയിൽ ഈ ഡിവിഷൻ ഓഫ് ലേബർ എക്സിസ്റ്റ് ചെയ്യണത്. ഇൻ അതർ വേർഡ്സ്, ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് കോൺസിക്വന്റ് ഓർഗാനിക് സോളിഡാരിറ്റി പ്രൊഡ്യൂസസ് certain legal and moral obligations and the system of law that is called restitutive law. അപ്പൊ ഇനി ഈ ഡിവിഷൻ ഓഫ് ലേബർ അവിടെ ഓർഗാനിക് സോളിഡാരിറ്റി ഇനി നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി അവിടെ ലീഗൽ ആൻഡ് മോറൽ ഒബ്ലിഗേഷൻസ് ഉണ്ട്, ലോസ് ഉണ്ട്. ഈ ലോസിനെ വിളിക്കുന്നത് റെസ്റ്റിറ്റ്യൂട്ടീവ് ലോ എന്നാണ്. ഇറ്റ് മീൻസ് ദാറ്റ് ദർ ആർ വേരിയസ് ഡിഗ്രീസ് ഓഫ് പണിഷ്മെന്റ് ഫോർ വയലേറ്റിംഗ് ദ ടേംസ് ഓഫ് കോൺട്രാക്ട്. കോൺട്രാക്റ്റിലെ ടേംസ് വയലേറ്റ് ചെയ്യുമ്പോൾ അത് പാലിക്കാതെ വന്നാൽ നേരിടേണ്ട നിയമപ്രശ്നങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അതിനാണ് റെസ്റ്റിറ്റ്യൂട്ടീവ് ലോസ് ഉള്ളത്. ഡർക്കിം ആർഗ്യൂസ് ദാറ്റ്, അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർക്ക് നീതി ലഭിക്കേണ്ടവർക്ക് നീതി ലഭിക്കും. ഡർക്കിം ആർഗ്യൂസ് ദാറ്റ് ദ ഡിവിഷൻ ഓഫ് ലേബർ ഹാസ് എ ഫംഗ്ഷൻ ഇൻ ദ സൊസൈറ്റി. അപ്പോൾ ഈ ഡിവിഷൻ ഓഫ് ലേബറിന് ഒരു ഫംഗ്ഷൻ ഉണ്ട് സൊസൈറ്റിയിൽ നിന്നാണ് ഡർക്കിം പറയുന്നത്. ആസ് മെൻഷൻഡ് അബോവ്, ദ നേച്ചർ ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ കോൺട്രിബ്യൂട്ട്സ് ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ സോളിഡാരിറ്റി. ഈ നേച്ചർ ഓഫ് ലേബർ പലതരത്തിലുള്ള സോളിഡാരിറ്റി, സോഷ്യൽ സോളിഡാരിറ്റി, സാമൂഹിക ഐക്യം സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇൻ പ്രീ മോഡേൺ സൊസൈറ്റി, മോഡേൺ സൊസൈറ്റിക്ക് മുമ്പുള്ള സൊസൈറ്റി, അതായത് ഏൻഷ്യൻ സൊസൈറ്റീസ്, ദ ഡിവിഷൻ ഓഫ് ലേബർ ഇസ് നോട്ട് എലാബറേറ്റ്. അവിടെ ഡിവിഷൻ ഓഫ് ലേബർ അത്ര എലാബറേറ്റ് അല്ലായിരുന്നു. എല്ലാവരും ഏതാണ്ട് ഏറെക്കുറെ ഒരുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ഒരുപോലെ മുന്നോട്ട് പോകുന്നു, അപ്പൊ ഒരുപോലെ ജീവിക്കുന്നു, ഒരുപോലെ വസ്ത്രധാരണ രീതി, അതുപോലെ ജോലികളും ഏതാണ്ട് ഒരേപോലെ. അപ്പൊ അവിടെ ഡിവിഷൻ ഓഫ് ലേബർ അധികം ഇല്ല. അപ്പൊ അവിടെ ഒരു ഉണ്ടായിരുന്ന സോളിഡാരിറ്റി എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ സോളിഡാരിറ്റിയാണ്. ദിസ് ലീഡ്സ് ടു കോപ്പറേഷൻ ആൻഡ് ഇന്റർഡിപെൻഡൻസ് എമംഗ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഹൗസ് ഹോൾഡ്സ് ആസ് മെൻഷൻഡ് ഇൻ ദ എക്സാമ്പിൾ ഓഫ് മേക്കിംഗ്. അപ്പൊ ഇവിടെ അധികം ഇന്റർഡിപെൻഡൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നത് ഒരു മെക്കാനിക്കൽ മോഡേൺ സൊസൈറ്റിയിൽ നിലനിന്നത് മെക്കാനിക്കൽ സോളിഡാരിറ്റിയാണ്. ഇൻ അതർ വേർഡ്സ്, എവരി ഇൻഡിവിജ്വൽ ഓർ ഹൗസ് ഹോൾഡ് വാസ് ഇൻവോൾവ് ഇൻ ഡൂയിങ് എവരിത്തിങ് ഇൻ മോർ ഓർ ലെസ് ദ സെയിം വേ. എല്ലാവരും ഏതാണ്ട് ഒരേപോലെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. ദേ ഓൾസോ ഷെയർ സിമിലർ ബിലീവ്സ് അബൌട്ട് നേച്ചർ ആൻഡ് സൂപ്പർ നാച്ചുറൽ. അവരുടെ വിശ്വാസങ്ങൾ ഏറെക്കുറെ ഒരേപോലെയായിരുന്നു. സച്ച് എ ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് ഷെയർഡ് ബിലീഫ് സിസ്റ്റം പ്രൊഡ്യൂസസ് മെക്കാനിക്കൽ സോളിഡാരിറ്റി ഓർ എ സെൻസ് ഓഫ് ബിലോങ്ങിങ്സ്. ഒന്നിൽ നിന്നുള്ള സാമ്യതയിൽ നിന്നുള്ള സോളിഡാരിറ്റിയാണ് അവിടെ ഉണ്ടായത്. അതിനാണ് യാന്ത്രിക സോളിഡാരിറ്റി, ഐക്യത അല്ലെങ്കിൽ മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് പറയുന്നത്. ഇൻ കോൺട്രാസ്റ്റ്,
ഇനി ഇതിന് വിപരീതമായിട്ട് ആസ് മെൻഷൻഡ് ഏർലിയർ മോഡേൺ സൊസൈറ്റീസ് ഡിപ്പെൻഡ് ഓൺ വെറൈറ്റി ഓഫ് റിലേറ്റഡ് സ്കിൽസ്. വളരെ വെറൈറ്റി ഓഫ് റിലേറ്റഡ് സ്കിൽസിന്റെ ആവശ്യമുണ്ട് മോഡേൺ സൊസൈറ്റിയിൽ. അവിടെ അതിൻ്റെതായ വളരെ മത്സരങ്ങളും നടക്കുന്നുണ്ട്. ആൻഡ് കോൺസിക്വന്റ് ഇന്റർ ഡിപ്പെൻഡൻസ് ഓഫ് ഫങ്ഷൻസ്. അപ്പൊ ഫങ്ഷൻസിൽ പരസ്പരം ആശ്രയിക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. വലിയ വലിയ ഫങ്ഷൻസ് ആണ്. അപ്പൊ ഒരാൾക്ക് ഒറ്റക്ക് നിർവഹിക്കാൻ പറ്റില്ല. അപ്പൊ പരസ്പരം ആളുകൾ സഹായിച്ചും അതുപോലെ സഹകരിച്ച് മുന്നോട്ട് പോകണം. ദിസ് ലീഡ്സ് ടു കോപ്പറേഷൻ ആൻഡ് ഇന്റർഡിപ്പെൻഡൻസ് എമംഗ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഹൗസ് ഹോൾഡ്സ് as mentioned in the example of making a motor car. The division of labor brings about cooperation among people with different skills to achieve the goal of making a motor car. But such deliberately constructed social relation based on cooperation give rise to organic solidarity. അപ്പോൾ ഇവിടെയാണ് ജൈവിക ഐക്യത അല്ലെങ്കിൽ ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഗനൈസത്തിന്റെ വിഭിന്ന പാർട്ടുകൾ വിഭിന്ന കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ സൊസൈറ്റിയിലെ ഓരോ പ്രവൃത്തിയെയും വലുതായിട്ടുള്ള പ്രവൃത്തികളാണ്. അതിന്റെ ഓരോ ഭാഗങ്ങൾ ഓരോ കൂട്ടര് ചെയ്യുന്നു. അപ്പൊ ഒത്തിരി ആളുകൾ ഒന്നിച്ച് കാര്യം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഐക്യതയോടുകൂടി അങ്ങനെ ഒന്നിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള സോളിഡാരിറ്റിനെയാണ് ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് സോളിഡാരിറ്റിയുടെ മെക്കാനിക്കൽ സോളിഡാരിറ്റി ഓർഗാനിക് സോളിഡാരിറ്റി ഒന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ആസ് യു നോ, മെക്കാനിക്കൽ സോളിഡാരിറ്റി റെഫേഴ്സ് ടു സോളിഡാരിറ്റി ഓഫ് റിസംബിൾനെസ് ഓർ ലൈക്ക്നെസ്. സാമ്യത ഒരേപോലെയുള്ളത്, അതിൽ നിന്നാണ് മെക്കാനിക്കൽ സോളിഡാരിറ്റി. അവിടെ ഒരു ഹോമോജീനിറ്റി ഉണ്ട് അല്ലെങ്കിൽ ടൈറ്റ്ലി യൂണിറ്റ് സോഷ്യൽ ബോൺസ് ഉണ്ട് വിച്ച് സെർവ് ടു മേക്ക് ദ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് വൺ യുണൈറ്റ് വിത്ത് ദ സൊസൈറ്റി. ഇനി ദ കളക്റ്റീവ് കോൺഷ്യസ്നെസ് എക്സ്ട്രീംലി സ്ട്രോങ്. അപ്പൊ ഈ മെക്കാനിക്കൽ സോളിഡാരിറ്റിയിൽ കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഈസ് എക്സ്ട്രീംലി സ്ട്രോങ് ആണ്. ബൈ കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ, ഇനി കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഏകതാബോധം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അത് എന്താണ് മീൻ ചെയ്യണേന്ന്? വി മീൻ ദ സിസ്റ്റം ഓഫ് ബിലീഫ്സ് ആൻഡ് സെന്റിമെന്റ്സ് ഹെൽഡ് ഇൻ കോമൺ ബൈ മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി. സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സിൽ ബിലീഫ്സും സെന്റിമെന്റ്സും ഒക്കെ ഒരു കോമൺ രീതിയിൽ അങ്ങോട്ട് പൊതുവായിട്ടുള്ള ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടാകുക അതിനെക്കുറിച്ച്. വാട്ട് ദെയർ മ്യൂച്വൽ റിലേഷൻസ് ഓട്ട് ടു ബി. അതുപോലെ തന്നെ അവരുടെ മ്യൂച്വൽ പരസ്പര റിലേഷൻഷിപ്പും അതുപോലെ തന്നെയായിരിക്കും. പരസ്പരം ഒന്നിച്ചു ചേർന്ന് കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഒരേ ബോധത്തോടു കൂടിയുള്ളതായിരിക്കും. അപ്പൊ അതിനെയാണ് കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ. ദ സ്ട്രെങ്ത് ഓഫ് ദ കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഇന്റഗ്രേറ്റ്സ് സച്ച് സൊസൈറ്റീസ്. ഇതുപോലെയുള്ള ചെറിയ സൊസൈറ്റീസിൽ ബൈൻഡിങ് ടുഗെദർ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ത്രൂ സ്ട്രോങ് ബിലീഫ് ആൻഡ് വാല്യൂസ്. സ്ട്രോങ് ആയിട്ടുള്ള ബിലീഫും വാല്യൂസും എല്ലാവരുടെയും എല്ലാം ഓരോപോലെയാണ്. അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ കളക്റ്റീവ് കോൺഷ്യസ്നെസ് വളരെ സ്ട്രോങ് ആയിരിക്കും ഇതുപോലെയുള്ള ചെറിയ സൊസൈറ്റീസിൽ. വയലേഷൻ ഓഫ് ഡീവിയേഷൻ ഫ്രം ദീസ് വാല്യൂസ്. അപ്പൊ അവരുടേതായ ഈ വാല്യൂസിൽ നിന്ന് ആരെങ്കിലും വ്യതിചലിക്കപ്പെടുകയാണെങ്കിൽ അത് സീരിയസ് ആയിട്ട് കാണും ആ ക്ലാനിലുള്ള അംഗങ്ങൾ അല്ലെങ്കിൽ ആ ഗോത്രത്തിലുള്ളവര്. അപ്പൊ അവരുടെ പണിഷ്മെന്റും അപ്പൊ അവരുടെ ആ വിശ്വാസ സംഹിതക്ക് എതിരായിട്ട് പോണവർക്ക് ശക്തമായിട്ടുള്ള ശിക്ഷ നേരിടേണ്ടതായിട്ട് വരും. വൺസ് അഗൈൻ ഇറ്റ് മസ്റ്റ് ബി പോയിന്റഡ് ഔട്ട് ദാറ്റ് ദിസ് ഈസ് എ സോളിഡാരിറ്റി ഓർ യൂണിറ്റി ഓഫ് ലൈക്ക്നെസ്. അപ്പൊ ഇത് ഈ മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ യൂണിറ്റി ഓഫ് ലൈക്ക്നെസ് ആണ് ആൻഡ് ഹോമോജിനിറ്റി ആണ്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആർ എക്സ്ട്രീംലി ലിമിറ്റഡ് ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ ഈസ് അറ്റ് എ റിലേറ്റീവ്ലി സിമ്പിൾ ലെവലാണ് ഇവിടെ ഉള്ളത്. ബ്രീഫ്ലി ഇൻ സച്ച് സൊസൈറ്റീസ് ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ് ഈസ് മെർജ്ഡ് വിത്ത് ദ കളക്റ്റീവ് കോൺഷ്യസ്നെസ്. അപ്പൊ ഇങ്ങനെയുള്ള സർക്കംസ്റ്റൻസിൽ അതായത് മെക്കാനിക്കൽ സോളിഡാരിറ്റിയുടെ സർക്കംസ്റ്റൻസസിൽ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ് കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ അലിഞ്ഞ് ചേർന്നിരിക്കും. ഇനി ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്തതയിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ളതാണ്. ഫാക്ടറിയുടെ എക്സാമ്പിൾ നമ്മളെടുത്ത്, കാർ ഉണ്ടാക്കുന്ന എക്സാമ്പിൾ എടുത്ത്, അപ്പൊ അതിൽ നിന്നൊക്കെ കാണാം അവിടെ വ്യത്യസ്തരായ കുറെ എല്ലാവരും വ്യത്യസ്ത ജോലികളിൽ ഏർപ്പെടുന്നു, എന്നാൽ ഒന്നിച്ചു പോകുന്നു. അപ്പൊ അവിടെയുള്ള സോളിഡാരിറ്റിനെയാണ് ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് വിളിക്കുന്നത്. ബീങ് എ മാനേജർ ഈസ് മീനിങ്ലെസ് വിത്തൗട്ട് ദ കോപ്പറേഷൻ ഓഫ് വർക്കേഴ്സ്. ഇപ്പൊ ഒരു മാനേജർ എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് വർക്കേഴ്സിന്റെ കോപ്പറേഷൻ ഇല്ലെങ്കിൽ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ വർക്കേഴ്സ് നീഡ് ടു ബി ഓർഗനൈസ്ഡ് ബൈ മാനേജേഴ്സ്. അതുപോലെ തന്നെ ജോലിക്കാരെ ഓർഗനൈസ് ചെയ്യാനും മുന്നോട്ട് കൊണ്ടുപോകാനും മാനേജറും ആവശ്യമാണ്. അതുകൊണ്ട് ദേ ആർ
ഡിപ്പെൻഡന്റ് ടു ഈച്ച് അതർ. ദേ ആർ വിറ്റൽ ഫോർ ഈച്ച് അതർ സർവൈവൽ. ഒരാളുടെ നിലനിൽപ്പിന് മറ്റേയാൾ വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ്. അപ്പൊ അങ്ങനെ പോകുന്നതാണ് ഓർഗാനിക് സോളിഡാരിറ്റിയുടെ പ്രത്യേകത. അപ്പൊ ഇവിടെ ദസ് ഡിവിഷൻ ഓഫ് ലേബർ ഇസ് വെരി ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് സച്ച് സൊസൈറ്റീസ്. മോഡേൺ സൊസൈറ്റീസിൽ ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. എ സൊസൈറ്റി ബേസ്ഡ് ഓൺ ഓർഗാനിക് സോളിഡാരിറ്റി ഇസ് ദസ് വൺ വെയർ heterogeneity, differentiation and variety exist. The growing complexity of society reflects in personality types, relationships and problems. In such societies, the strength of the collective consciousness lessens. ഇങ്ങനെയുള്ളടത്ത് ആളുകളാകുന്നതെന്നൊക്കെയാണ് അത് കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്നുള്ള അതിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരും. ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് സ്വാതന്ത്ര്യം ഉണ്ട്. ഓരോരുത്തർക്കും അവനവന്റെ ഇഷ്ടം അനുസരിച്ച് ശക്തി അനുസരിച്ചും ഒക്കെ പ്രവർത്തിക്കാനായിട്ട്. അപ്പൊ അവിടെ കളക്റ്റീവ് കോൺഷ്യസ്നെസിന്റെ ശക്തി കുറയും. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ് ബിക്കം മോർ ആൻഡ് മോർ ഡിസ്റ്റിങ്ക്ട്, മോർ ഈസിലി ഡിസ്റ്റിങ്ക്വിഷ്ഡ് ഫ്രം ദ കളക്റ്റീവ് കോൺഷ്യസ്നെസ്. അവിടെ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ് കുറേയും കൂടി കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ നിന്ന് മാറി വരുന്നത് കാണാം. അവിടെ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്സിന് മുൻതൂക്കം കിട്ടുന്നത് കാണാം. ദ കൈൻഡ് ഓഫ് ഗ്രിപ്പ് ദാറ്റ് സോഷ്യൽ നോംസ് ഹാവ് ഓൺ ഇൻഡിവിജ്വൽ ഇൻ മെക്കാനിക്കൽ സോളിഡാരിറ്റി ലൂസൻസ്. Individual autonomy and personal freedom become as important in organic solidarity as social solidarity and integration in society is characterized by mechanical solidarity. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇനി ഓർഗാനിക് സോളിഡാരിറ്റിയിൽ നിയമം അനുസരിച്ച് പോകുന്നില്ലെങ്കിൽ അവരെ നേർവഴിക്ക് കൊണ്ടുവരാനായിട്ട് നിയമങ്ങൾ ഉണ്ട്. ആ നിയമങ്ങൾ ലോ ബേസ് ചെയ്തിട്ടുള്ള കൺട്രോളിങ് മെത്തേഡ്സും അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് നമ്മളിപ്പോ പഠിച്ചത് ഡർക്കിം ആൻഡ് വെബർ വേർ ഡിസ്കസ്ഡ് മാർക്സ്. അവരെല്ലാവരും സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ക്ലൈമറ്റ്, അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്ന പൊളിറ്റിക്കൽ ക്ലൈമറ്റിൽ നിന്നിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഐഡിയാസ് ആണ് ഈ മൂന്ന് പേരും വ്യക്തമാക്കിയത്. You studied the major contribution of Marx, Durkheim and Weber on to sociology. In this unit, the objective was to familiarize you with the similarities and differences in the viewpoint of these thinkers on society, class, solidarity. സൊസൈറ്റിനെ കുറിച്ചും ക്ലാസിനെ കുറിച്ചും സോളിഡാരിറ്റിനെ കുറിച്ചും ഈ മൂന്ന് പേർക്കുമുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഐഡിയാസ് എന്തൊക്കെയാണ്, ഈ ഐഡിയാസിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്, അതുപോലെ അതിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ നോക്കിയത്. മാക്സ് വെബേഴ്സ് കൺസെപ്ഷൻ ഓഫ് ക്ലാസ് ഈസ് മോർ ഓർ ലെസ് സിമിലർ ടു ദാറ്റ് ഓഫ് മാർക്സ്. മാക്സ് വെബറിന്റെ ക്ലാസിനെ കുറിച്ചുള്ള കൺസെപ്ഷൻ ഏതാണ്ട് മാർക്സിന്റെ ക്ലാസിനെ കുറിച്ചുള്ള കൺസെപ്ഷനോട്ട് ഏതാണ്ട് അടുത്ത് വരുന്നതായിരുന്നു. ഹി ഡിഫൈൻസ് ക്ലാസ് ഇൻ ടേംസ് ഓഫ് മാർക്കറ്റ് സിറ്റുവേഷൻ ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഹാസ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ് ക്ലാസ്സിന് നിശ്ചയിക്കുന്നത് മാർക്കറ്റ് സിറ്റുവേഷൻ ആണെന്ന്. ഇൻ അതർ വേർഡ്സ്, വൺസ് പൊസിഷൻ ഇൻ ദ മാർക്കറ്റ് ഈസ് എക്കണോമിക്കലി ഡിറ്റർമിൻഡ് ആസ് എ വർക്കർ, ഓണർ ആൻഡ് ട്രേഡർ എക്സെട്ര. However, he does not subscribe to the idea of static polarization of classes which Marx postulated. മാർക്സ് ഒരു പോളിന്റെ ഒരു റോഡിന്റെ രണ്ടറ്റത്തുള്ള പോൾസ് ആയിട്ട്, എതിർ ദിശയിലുള്ള പോൾസ് ആയിട്ടാണ് ക്ലാസ്സിനെ കണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല ഇവിടെ മാർക്സ് വെബർ ക്ലാസ്സിനെ നിർവചിച്ചിട്ടുള്ള. ഹി റെക്കഗ്നൈസ് ദ പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ ഓഫ് ക്ലാസസ് ഇൻ മാർക്കറ്റ് സിറ്റുവേഷൻ. ഹി recognize the emergence of middle class and differentiation of working class into skilled and unskilled sections in the working class. The ownership of the means of production, unlike in the early capitalist society in which the enterprises were typically owner managed and family controlled, once get distributed among several persons in the form of joint stock. You learned how solidarity is manifested in society. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ സോളിഡാരിറ്റി എങ്ങനെയാണ് നിലനിന്നിരുന്നതെന്നും ഇവിടെ ഇവരുടെ ചിന്താഗതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഡർക്കിമാണ് സോളിഡാരിറ്റിനെ കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്.
ഇനി ഈ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഓരോ ബ്ലോക്ക് കഴിഞ്ഞ് കഴിയുമ്പോഴും അതിന്റെ താഴെ ഗ്ലോസറി കൊടുത്തിട്ടുണ്ട്. ആ ഗ്ലോസറി നിങ്ങൾ പ്രത്യേകം നോക്കണം. അവിടെ ഓരോന്നിനും നമ്മൾ ഒരു വേർഡിന്റെ അല്ലെങ്കിൽ അതിൽ തന്നിരിക്കുന്ന ഒരു ടേമിന്റെ മീനിങ് എന്ന് പറയുന്ന സാധാരണ ഒരു ഡിക്ഷണറിയിലെ മീനിങ് അല്ല. ആ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ സോഷ്യോളജിയിൽ അല്ലെങ്കിൽ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൺസെപ്റ്റിന് ആധാരമായിട്ട് അതിനൊരു പ്രത്യേക മീനിങ് ഉണ്ട്. അപ്പൊ ആ മീനിങ് പഠിക്കണം. ഫോർ എക്സാമ്പിൾ ഈ ഗ്ലോസറിയിൽ നോക്കിക്കുക അനോമി എന്താണെന്ന്. അപ്പൊ അനോമിയെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഷോർട്ട് നോട്ടിന് വരികയാണെങ്കിൽ ഈ ഡെഫിനിഷൻ എഴുതി വെച്ചാൽ മതി. ഇത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യും, പഠിക്കാനും എളുപ്പമാണ്. അതുപോലെ അതോറിറ്റി ഉണ്ട്, ബൂർഷ്വാസി എന്താണ്, ബ്യൂറോക്രസി എന്താണ്, കോളിംഗ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ. ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലാസ് കോൺഫ്ലിക്റ്റ്, കളക്റ്റീവ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ എന്ത് മീൻ ചെയ്യുന്നത്, അതുപോലെ കോൺസാങ്ക്വിനിറ്റി എന്താണ്, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, ഡിസെൻഡാച്ച്മെന്റ്, അങ്ങനെ ആ പ്രത്യേക പദങ്ങൾ ഓരോന്നും അതിന്റെ അർത്ഥം വളരെ വ്യക്തമായിട്ട് ഗ്ലോസറിയിൽ കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക ആദ്യം, എന്നിട്ട് വേണം അത് പഠിക്കാനായിട്ട്. അതുപോലെ എത്തിക്കൽ പ്രൊഫെറ്റ്സ്, ഫ്യൂഡലിസത്തിന്റെ പ്രത്യേകത, ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് മീൻ ബൈ ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ, അതുപോലെ ഹോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഐഡിയൽ ടൈപ്പ്, വെബറിന്റെ ഐഡിയൽ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഫ്രാസ്ട്രക്ചർ എന്താണ്, അതുപോലെ തന്നെ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ലേബർ പവർ എന്താണ്, ലീഗൽ റാഷണൽ അതോറിറ്റി എന്താണ്, അതുപോലെ ലൈഫ് ചാൻസസ് അതൊന്നും പ്രത്യേകം നോക്കിയേക്കുക. ലൈഫ് ചാൻസസിന്റെ ആ ഡെഫിനിഷൻ നോക്കുക. ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഗെറ്റ്സ് ഡ്യൂറിങ് ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ലൈഫ് ആർ റെഫർ ടു എ ലൈഫ് ചാൻസ്. ലൈഫ് ചാൻസ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഗെറ്റ് ഡ്യൂറിങ് ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ലൈഫ്. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം പ്രത്യേകം ഗ്ലോസറിയിൽ വന്ന മീനിങ്സ് ശരിക്ക് പഠിക്കണം. അപ്പൊ ഇതോടുകൂടി ഈ ചാപ്റ്റർ കഴിയാണ്. അതുപോലെ 133 എന്നുള്ള ആ സോഷ്യൽ തിങ്കേഴ്സിനെ കുറിച്ചിട്ടുള്ള കോഴ്സും കംപ്ലീറ്റ് ആകുകയാണ്. അപ്പൊ എല്ലാവരും ഇത് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കണം. നന്നായിട്ട് പഠിക്കുക, പഠിച്ചിട്ട് വീണ്ടും വീണ്ടും വായിക്കുക. 2-3 പ്രാവശ്യം വായിച്ചു വരുമ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആകും. പരീക്ഷ നന്നായിട്ട് എഴുതുക. നമസ്തേ.